ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ രാവിലെ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ട്യൂഷന് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സൈക്കിളിൽ മറ്റേ പാലിൻ്റെ ക്യാൻ കെട്ടി വെച്ചിട്ട് ഇതും കൊണ്ടിങ്ങനെ രാവിലെ സൊസൈറ്റിയിലേക്ക് പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പാലും കൊണ്ട് കൊടുത്ത് ബാക്കിയുള്ള പിള്ളേരെല്ലാം എല്ലാ കാര്യങ്ങളിലും പോകുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് അവരെ നയിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് മൂപ്പരായിട്ട് അന്ന് ഫസ്റ്റ് ടാർഗറ്റ് ലൈഫിൽ ടാർഗറ്റ് കിട്ടുന്നത് വിത്തിൻ 2 years I have to make 25 lakhs. നമ്മളാണെങ്കിൽ മറ്റേ വിജയുടെ സിനിമയൊക്കെ കണ്ട് അത്യാവശ്യം തമിഴൊക്കെ അറിയാം. തമിഴ് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ എവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് കുഴപ്പനാ, പക്ഷെ പറയാൻ പറ്റില്ല, നാളെ ഇവൻ്റെയൊക്കെ കമ്പനിയിൽ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ വരും. ഇതുവരെ സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പോയ ആള് പയ്യെ ഇട്ടിരുന്ന ഒരു ടീഷർട്ട് വിട്ട് കുളിച്ചത് പോലും ഇല്ല. ലിറ്ററി പറഞ്ഞാൽ ജസ്റ്റ് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തൊന്ന് സെറ്റാക്കി ഞാൻ നേരെ രാവിലെ ഇന്റർവ്യൂവിന് പോയി. 3 മാസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബ്രെഡും പഴവുമായിരുന്നു എൻ്റെ മെയിൻ ഫുഡ്. ഇപ്പോൾ തൻ്റെ കയ്യിൽ 10 പ്രോഡക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, മാക്സിമം തനിക്ക് എത്ര രൂപ കിട്ടും? 10,000 rupees കിട്ടും. ഞാനത് 1 ലക്ഷം രൂപ കിട്ടിയത്. അപ്പോൾ ആദ്യം ഒരു പശുവിൽ നിന്ന് തുടങ്ങി, പിന്നെ പശു ഇങ്ങനെ കൂടാൻ തുടങ്ങി, പിന്നെ ആടുണ്ടായിരുന്നു, മുയലുകളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവർ എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്ന് എൻ്റെ ഒപ്പം സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഒരു കൊല്ലം സ്വദേശിയാണ്. കൊല്ലത്തു നിന്നും ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡുമായിട്ട് ആ ചെറുപ്പക്കാരൻ വന്നിരിക്കുകയാണ്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത റവന്യൂ മാനേജ്മെൻറ്റ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഈ ഹോട്ടലുകളൊക്കെ എങ്ങനെയാണ് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്നല്ലേ. ഇന്ന് കേരളത്തിൽ തന്നെ ഹിറ്റായ പല ഹോട്ടൽസിൻ്റെയും പുറകിൽ പ്രവർത്തിക്കുന്ന 2 കൈകൾ. അതാണ് ഞാൻ ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന അഭിജിത്ത് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞു കൊല്ലം സ്വദേശിയാണെന്ന്. കൊല്ലത്ത് തന്നെയാണ് പഠിച്ചതും ജനിച്ചതും വളർന്നതെല്ലാം. കൊല്ലത്ത് തന്നെയാണ് ജനിച്ചതും വളർന്നതും. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. സപ്ലിയിൽ എല്ലാം ഉണ്ടായിരുന്നു, എഴുതിയെടുത്തു. ഓക്കെ, ഒരു ഓൺട്രപ്രണർ ആകണം അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോവുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം, ഓൺട്രപ്രണർ ആവുക എന്നതാണ് എൻ്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞത് എപ്പോഴായിരുന്നു? അത് ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 14 വയസ്സുള്ളപ്പോഴാണ്. 14 വയസ്സുള്ളപ്പോൾ തുടങ്ങി. അച്ഛൻ സൺ റൈഫിൾസിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൂപ്പര് റിട്ടയർഡ് ആയെന്ന് പറഞ്ഞാൽ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് വന്നു. അപ്പോൾ 2006. അപ്പോൾ ഞാനൊരു 8th ആവുന്ന സമയമായിരുന്നു. സോ കുറച്ച് ഫിനാൻഷ്യലി നമ്മൾ ബാക്ക്വേർഡ് ആവുന്ന സമയമായിരുന്നു. കുറച്ച് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഫസ്റ്റ് ചെറുപ്പത്തിലെ എൻ്റെ കുടുംബ വീട്ടിൽ പശു വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു മുന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ സെക്യൂരിറ്റി ജീവനക്കാരനായിട്ട് ഒരു ഹോട്ടലിലേക്ക് വർക്കിന് പോകുന്നു. അപ്പോൾ നമ്മളും കുറച്ചുകൂടെ വർക്ക് ചെയ്യണമല്ലോ. അപ്പം വീട്ടിൽ പശുവിൻ്റെ വളർത്തലും കാര്യമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അമ്മ പറയുന്ന പോലെ ഒരു സാധാ ഹൗസ് വൈഫാണ്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് പുറത്ത് പോയി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. അപ്പോൾ എനിക്കിത് ഇഷ്ടവുമാണ് വളർത്താനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഞാനൊരു കർഷകനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. യാത്ര തുടങ്ങുകയാണ് 14ാമത്തെ വയസ്സിൽ. അതെ. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങുന്നത് പരിപാടി. അപ്പോൾ ആദ്യം ഒരു പശുവിൽ നിന്ന് തുടങ്ങി, പിന്നെ പശു ഇങ്ങനെ കൂടാൻ തുടങ്ങി, പിന്നെ ആടുണ്ടായിരുന്നു, മുയലുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ അന്ന് അച്ഛൻ്റെ പെൻഷൻ വളരെ തുച്ഛമായ എമൗണ്ട്. ഇന്ന് ആൾക്കാർക്ക് അത് ഒരു ദിവസം ചിലപ്പോൾ ഒരു നല്ലൊരു ചായ കുടിക്കാൻ കൊടുക്കുന്ന ഒരു എമൗണ്ട്, നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കൊടുക്കുന്ന ഒരു എമൗണ്ടിൻ്റെ അത്രയേ ഉള്ളൂ അന്ന് 30 വരുമാനം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ എൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. മോർ ദാൻ എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതല്ല, പക്ഷേ എൻ്റെ ചുറ്റുമുള്ളവർ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഞാൻ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റിൽ നിന്നാണ് വളർന്നു വന്നത്. എവിടെ പോയാലും, ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴായാലും വീട്ടിൽ വരുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. എന്ത് കാര്യത്തിന് പോയാലും വീട്ടിൽ വരുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. അപ്പോൾ അവിടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടതാണ് ഫസ്റ്റ് മേക്ക് ഷുവർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു ടേസ്റ്റും വന്നു. നാട്ടിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും പശുക്കളൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ അവിടെ എല്ലാം ഒരു ആളായിട്ട് എന്താ പറയുക, അവൾക്കൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ ഉടനെ എന്നെ നാട്ടിൽ വിളിക്കുന്ന ആ ഒരു രീതിയിലാണ്. അപ്പോൾ അങ്ങനെ പോവുക. അപ്പോൾ അത് നന്നായിട്ട് ഏൺ ചെയ്യാനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമുക്കും ഒരു റെസ്പോൺസിബിലിറ്റീസ് വന്നു. ഓക്കെ, നമ്മൾ 8th 9th പഠിക്കണം, ബട്ട് സ്റ്റിൽ വീട്ടിൽ എത്ര രൂപ ചിലവാകുന്നുണ്ട്, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പം പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്,
പക്ഷെ അമ്മ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ എന്നെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഓക്കെ. അതായത് ഡിസിഷൻ മേക്കിങ്ങിന് അന്നേ എനിക്ക് അവരൊരു സ്പേസ് തന്നു. അത് ശരിക്കും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു മുന്നോട്ടുള്ള കാര്യത്തിൽ. ബിക്കോസ് ഞാൻ എടുക്കുന്ന ഡിസിഷനാണ് അവിടെ നടക്കുന്നത്. സോ അത് എന്നിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു 10th. അപ്പോൾ 10th വരെയുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുരുത്തങ്കട്ട ചെക്കൻ ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ രാവിലെ എൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ട്യൂഷന് പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ കോട്ടുമുക്ക് എന്നാണ് ജംഗ്ഷൻ്റെ പേര്, കോട്ടുമുക്ക്. അപ്പോൾ ആ ജംഗ്ഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സൈക്കിളിൽ മറ്റേ പാലിൻ്റെ ക്യാൻ കെട്ടി വെച്ചിട്ട് ഇതും കൊണ്ട് ഇങ്ങനെ രാവിലെ സൊസൈറ്റിയിലേക്ക് പാല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ ബസ് കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, ട്യൂഷന് പോകാൻ വേണ്ടി. അപ്പം ഞാനവരെ കാണുന്നുണ്ട്, പക്ഷെ അവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ഭയങ്കര ഇതിൽ സൈക്കിൾ ചവിട്ടി അങ്ങ് പോകും. നേരെ മറിച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവരെല്ലാം വിളിക്കും പാൽക്കാരൻ എന്നായിരുന്നു വിളിക്കുന്നത്. പക്ഷെ അതൊന്നും എനിക്ക് ഒരു തുള്ളി പോലും വിഷമം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എനിക്കതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു. ബിക്കോസ് മൈ മെയിൻ ഫോക്കസ് ഇസ് മേക്കിംഗ് മണി. ഇത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക, കുറേ ആഗ്രഹങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ നേരെ അവിടുന്ന് 10th റിസൾട്ട് വരുന്ന സമയത്താണ് എല്ലാവരും റിയലൈസ് ചെയ്യുന്നത്. അതുവരെ ഇവൻ എൻ്റെ അമ്മ വന്നിട്ട് ലിറ്ററലി റിസൾട്ട് അറിയുന്നതിൻ്റെ ദിവസം എന്നോട് ചോദിച്ചു, നീ പാസ്സാവും. അതെ. അപ്പോഴും ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടിവിയുടെ റിമോട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ പാസ്സാകുമായിരിക്കും, ഇതാണ് സിറ്റുവേഷൻ. പക്ഷെ റിസൾട്ട് വന്നപ്പോഴായിരുന്നു നല്ലൊരു റിസൾട്ട്. അതെ 8A+, 2Aയും. അന്നത്തെ കാലത്ത് A+ ഇത്രയും കൂടുതലൊന്നും കിട്ടില്ല. അന്ന് 2009 അപ്പോൾ അന്ന് A+കളൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് എല്ലാവരും ഇവൻ്റെ തന്നെ എൻ്റെ അമ്മ എപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ ഭർത്താവാണ് വിളിച്ച് പറയുന്ന ഫോണിൽ ഇങ്ങനെ ഓരോ A+ പറയുമ്പോഴത്തേക്ക് ഓരോ മലയാളം A+, ഇംഗ്ലീഷ് A+. അപ്പോഴത്തേക്ക് എല്ലാവരും ഇങ്ങനെ ഇവൻ ശരിക്കും ഇവൻ്റെ റിസൾട്ട് തന്നെയാണോ, റിസൾട്ട് മാറിപ്പോയോ ഇതൊക്കെ. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എല്ലാവരും ഇവൻ ഭയങ്കര സംഭവമായി. അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് റിയലൈസ് ചെയ്യുന്നത് ദാറ്റ് നമ്മൾ ഒരിക്കലും ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു റെക്കഗ്നൈസേഷൻ, വാലിഡേഷൻ നമ്മൾ പിടിച്ചു വാങ്ങിക്കേണ്ടതല്ല. വി നീഡ് ടു ഏൺ ഇറ്റ്. അതിൻ്റെ ഒരു ടേസ്റ്റ് മനസ്സിലായപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം കൊള്ളാം. ഇതാണ് ഈ ഒരു വിജയത്തിന്റെ. അതെ ഇത് വിജയത്തിന് ആൾക്കാരെ നമ്മളെ അംഗീകരിക്കണം. അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ +2. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ്, അതിനെക്കാട്ടിലൊക്കെ മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആൾക്കാർക്ക് ചെറിയ കാര്യമായിട്ട് തോന്നുമായിരിക്കും. ഞാൻ 8ാം ക്ലാസ്സിലാണ് ഈ സ്കൂളിലോട്ട് പോയി ചേർന്നത്. ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ചവറ. നമ്മുടെ ONV കുറുപ്പൊക്കെ പഠിച്ച സ്കൂളാണ്. വളരെ പുരാതനമായിട്ടുള്ളൊരു സ്കൂളാണ്. അപ്പോൾ അത് ശങ്കരമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ 8th പോയി ഫസ്റ്റ് ചേരുമ്പോഴാണ് ഞാൻ അന്ന് ആ സമയത്ത് എലക്ഷൻ്റെ ടൈമായിരുന്നു സ്കൂളിൽ. അപ്പോൾ ഒരാൾ സ്കൂൾ ലീഡറായിട്ട് ജയിച്ചു. അപ്പോൾ അയാളെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇൻകുലാബ് സിന്ദാബാദൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ മൂപ്പര് സ്കൂൾ ലീഡറാണ്. അപ്പം ഞാനിങ്ങനെ അസംബ്ലിയിൽ ഇങ്ങനെ നിന്നിട്ട് ഞാനിങ്ങനെ ചിന്തിക്കുക, എനിക്കെങ്ങനെ അതാവാൻ പറ്റും, എനിക്കതാവണം. ആവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ ഞാൻ സ്വപ്നം കാണുക അന്നോട്ടെ. എനിക്ക് ഈ ഒരു 10th ആകുമ്പോൾ ഐ വോണ്ട് ടു ബിക്കം സ്കൂൾ ലീഡർ. അതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. അങ്ങനെ എന്താ പറയുക, പിന്നെ NCC വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. അവിടുന്ന് നേരെ 10th എത്തിയപ്പോഴത്തേക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ജയിക്കണം, അതാണ് ടാസ്ക്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പെൺപിള്ളേരാണ് കൂടുതൽ. അപ്പം അവിടെയും കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ. ആ സമയത്ത് നമ്മുടെ പുറമേയുള്ള രാഷ്ട്രീയം പോലെ തന്നെ ഇതിലും രാഷ്ട്രീയമുണ്ട്. എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെയും കൂടെ നിർത്തി. പക്ഷേ എനിക്കായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി. അവിടുന്ന് ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ ലീഡർ സെലക്ഷൻ ഉണ്ട്, അവിടുന്ന് സ്കൂൾ ലീഡറുമായി. അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ്. സ്വപ്നം കണ്ട കാര്യം അത് നമ്മൾ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അത് ചെറിയൊരു കാര്യം കേട്ടോ. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് അല്ലെങ്കിൽ ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് പാലും കൊണ്ട് കൊടുത്ത് ബാക്കിയുള്ള പിള്ളേരെല്ലാം എല്ലാ കാര്യങ്ങളിലും പോകുമ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് അവരെ നയിക്കാൻ കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭയങ്കര മാധുര്യം ആ ഒരു കാര്യത്തിന്. അപ്പോൾ അവിടുന്ന് ഞാൻ സ്കൂൾ ലീഡറായി. അത് എൻ്റെ ഒരു ഭാഗ്യം കൂടെ ആലോചിച്ചോണം. അത് ശതാബ്ദി ആയിരുന്നു ആ സ്കൂളിൻ്റെ. ആ സമയത്താണ് സ്കൂളിൻ്റെ 100ാമത്തെ വാർഷികം. ആ വാർഷികത്തിന് എല്ലാ നമ്മുടെ ഗവർണർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ONV കുറുപ്പ് സാറ് വന്നു. അപ്പോൾ സാറ് ഈ എന്താ പറയുക നെല്ലിമരം മൂപ്പരൊരു പാട്ട് എഴുതിയിട്ടുണ്ട്,
നെല്ലിമരത്തെക്കുറിച്ചുള്ള, അതിൻ്റെ വെള്ളം കുടിച്ചതും ആ കിണറ്റിൻ്റെ അടുത്തായിട്ടുള്ള. അപ്പോൾ ആ നെല്ലിമരം ഇപ്പോഴും ഉണ്ട് ആ നെല്ലിമരം അവിടെ കേട്ടോ മൂപ്പര്. അത് വെക്കാൻ നേരം എനിക്കൊരു ഭാഗ്യം ഉണ്ടായി, മൂപ്പറുടെ കൂടെ ആ നെല്ലിമരം വെക്കുന്നൊരു ഭാഗ്യം ഉണ്ടായി. അത് ഭയങ്കര ഒരു ഇതൊക്കെ ആലോചിക്കുമ്പം ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് തോന്നുന്നത്, അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതൊരു അച്ചീവ്മെന്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആ പഠിച്ച സ്കൂളിൽ തന്നെ +2 അഡ്മിഷൻ കിട്ടുക. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ സ്കൂളിൽ അപ്പൊ ടീച്ചർമാർ തന്നെ അഡ്മിഷൻ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ വലിയ അഭിമാനമൊന്നും എന്നെ കൊണ്ട് ഉണ്ടായിട്ടില്ല അങ്ങനെ. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ സ്കൂളിൽ അമ്മയില്ലേ ബാ എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അത് അമ്മ ഇങ്ങനെ അനുഭവിക്കുന്ന കാണുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും മോട്ടിവേഷൻ കയറാം. ഓക്കെ, ഹാവ് ടു ഡു സംതിങ് എൽസ്. ഇതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. അങ്ങനെ +2 ഒക്കെ കഴിയുന്നു. അത്ര വലിയ പഠിപ്പിയൊന്നുമല്ല, പക്ഷെ ബാക്ക് ബെഞ്ചറാണ്, പാസ്സാവും, എങ്ങനെയൊക്കെയോ അങ്ങ് പാസ്സായി പോകണം. ഇത് കഴിഞ്ഞാണ് എൻജിനീയറിംഗിലേക്ക് വരുന്നത്. അവിടെ തൊട്ടടുത്തുള്ള കോളേജിൽ തന്നെ കിട്ടി, അതിലേക്ക് വന്നു. കോളേജിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇപ്പോൾ എന്താ പറയുക ഇൻ്റർവ്യൂ കാണുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാർ ഒരിക്കൽ പോലും എനിക്ക് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ച് കാണില്ല ഞാൻ ഇവിടെ എത്തുമെന്നും ഞാൻ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തുമെന്നും ഒരാൾ പോലും എക്സ്പെക്ട് ചെയ്യില്ല. ബിക്കോസ് ഞാൻ ക്ലാസ്സിലേക്ക് കയറില്ലായിരുന്നു. പാസ്സാവാൻ വേണ്ടി മാത്രമുള്ള ക്ലാസ്സിൽ കയറൊക്കെ മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് മൈൻഡ് പീപ്പിൾ. എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ബിസിനസ്, എൻ്റെ പശുവിൻ്റെ ആയാലും മൊയൽ ഫാം ആയിക്കോട്ടെ, ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. ഹാവ് ടു മേക്ക് മണി, ഇത് മാത്രമേ എൻ്റെ ഫോക്കസ് ഉള്ളൂ. ഇവിടുന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഫൈനൽ ഇയർ ഒക്കെ ആയ സമയത്ത് എനിക്ക് പ്രൊജക്റ്റിൻ്റെ സമയമായി. അപ്പം പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ എമൗണ്ട് ഒന്നും ഇല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ വീട്ടിലും പറയാനൊന്നും പറ്റില്ല. അപ്പോഴാണ് എനിക്കൊരു ഓപ്ഷൻ കിട്ടിയത് തന്നെ. അപ്പം എല്ലാവരും ഗ്രൂപ്പുകളൊക്കെ ആയി, അപ്പം എനിക്കും ഗ്രൂപ്പൊന്നും ആയിട്ടില്ല. അപ്പം സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഒന്നും ആവില്ല, എന്ത് ചെയ്താലും പാസ്സാവും എന്നുള്ളൊരു ഉറപ്പായി. നമുക്ക് പിന്നെ ഈ ഒരു കാര്യത്തിൽ പേടിയില്ല, നഷ്ടപ്പെടാനൊന്നുമില്ല. കൂടി വന്നാൽ എന്താ നഷ്ടപ്പെടുക, തോറ്റു പോകും, അതല്ലേ ഉള്ളൂ. എനിക്ക് പശു ആടും കോഴിയൊക്കെ ഉണ്ടെന്ന് ഐ നോ ഹൗ ടു മേക്ക് മണി. അതെ, എന്തെങ്കിലും ചെയ്ത് ഞാൻ പൈസ ഉണ്ടാക്കും. സോ ഇത് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ അഡ്വൈസറിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓപ്ഷൻ വന്നത്, ഒരു സൂപ്പർ സീനിയർ ചേട്ടനുണ്ട്, അവർ ചെയ്തൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ആൻഡ്രോയിഡൊക്കെ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടല്ല, അന്ന് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആൻഡ്രോയിഡിൽ മൂപ്പരൊരു ആപ്പ് ചെയ്തായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, നേരെ ഇവരെ പോയി കണ്ടിട്ട് പറഞ്ഞാൽ എനിക്ക് അതാകുമ്പോൾ ഈസിയാണ്, ഓൾറെഡി ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്താൽ മതി. അപ്പം എക്ലിപ്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ ചെയ്താൽ മതി. അപ്പം ഇന്ന് ഈ എന്താ പറയുക, നമ്മുടെ മൊബൈലിൽ കാണാതെ പോയി കഴിഞ്ഞാൽ വേറൊരു മൊബൈലിലേക്കും മെസ്സേജ് പോകുന്ന ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷെ ഞാനത് ചെയ്തതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഫസ്റ്റ് എനിക്ക് മൈൻഡിൽ ഇപ്പോഴും കോട്ട് ചെയ്യുന്നൊരിതാണ്, ഈ ഗസ്റ്റ് ലെക്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. അതിൽ ടീച്ചേഴ്സ്, അപ്പം ഞാൻ ഒരു തല്ലിപ്പൊളി സ്റ്റുഡൻ്റ് അല്ലേ, ക്ലാസ്സിൽ കയറില്ല, അറ്റൻഡൻസും ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പഠിക്കുമെന്നും അറിയുന്നില്ല. അതുകൂടാതെ ഈ കോളേജിൽ ഓരോരോ നമ്മുടെ എന്താ പറയുക ടെക് ഫെസ്റ്റ് അല്ലെങ്കിൽ അതിനൊക്കെ അതിനെല്ലാത്തിലും ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇത് മാത്രം. അപ്പോൾ വൈവയ്ക്ക് വന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഒപ്പിട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ടീച്ചേഴ്സ് പറയും, ഇത് ഉഴപ്പനാ, പക്ഷെ പറയാൻ പറ്റില്ല, നാളെ ഇവൻ്റെയൊക്കെ കമ്പനിയിൽ പോയി ജോലി ചെയ്യേണ്ട അവസ്ഥ വരും. ഇത് ഞാൻ കേട്ടു. ഇതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ധൈര്യമായിരുന്നു. ഐ ഹാവ് ടു പ്രൂവ് ഇറ്റ്. നമ്മളെ കൊച്ചാക്കിയ, നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത്, ദാറ്റ്സ് ഓക്കെ, ഫൈൻ. ഈവൻ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയാലും അത്രയൊന്നും എനിക്ക് ആകെ ഒരൊറ്റ ഫ്രണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങി. അപ്പോഴാണ് മെയിൻ CSF എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് നമ്മുടെ ഈ എയർപോർട്ടിലൊക്കെ, ഒരു ആർമഡ് ഫോഴ്സാണ്. അപ്പോൾ അവിടെ ഒരു വേക്കൻസി, SI പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി വന്നു. ഞാൻ അപ്ലൈ ചെയ്തു. നമ്മുടെ അപ്പനാണെങ്കിൽ ആർമിയിലും. അതെ, മൂപ്പറുടെ ഒരു ഇതാണ്. അപ്പം മെയിനായിട്ട് ഈസി ആയിട്ട് കുറച്ച് സേഫ് പൊസിഷൻ ആവാം എന്നുള്ളൊരിത്. പിന്നെ യൂണിഫോമിനോട് എനിക്ക് NCCയിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്ടവും ഉണ്ട്. അപ്പം ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ അതിൻ്റെ എല്ലാ കടമ്പകളും ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ ടൈം ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആദ്യം അതിന്റെ ഫിസിക്കൽ കഴിഞ്ഞു. ആ സമയത്തൊക്കെ പശു ഉണ്ടോ? ഉണ്ട്. ആ സമയത്തൊക്കെ പശുണ്ട്. ഞാൻ ജോലിക്ക് പോകുന്ന ടൈം വരെ പശുണ്ട്. അപ്പം ഞാൻ ഓരോ കടമ്പകൾ ഇങ്ങനെ, അതായത് ഫസ്റ്റ് ഫിസിക്കൽ ആയിരുന്നു, പിന്നെ റിട്ടേൺ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞു. അവസാനം മെഡിക്കൽ മാത്രമേ ഉള്ളൂ. എല്ലാം കിട്ടി, എല്ലാം ഓക്കെ ആയി. അപ്പം എല്ലാവരും ഉറപ്പിച്ചു CSF. പക്ഷെ ഗവൺമെന്റിന്റെ സംഭവം അറിയാലോ, സമയം എടുക്കും, ടൈം എടുക്കും. അപ്പോഴാണ് എനിക്ക് ഇതിനകത്തൊന്നും ആർക്കും അറിയാത്തൊരു ഒരു ബാക്ക് സ്റ്റോറി ഉള്ളത്. ഞാൻ വലിയൊരു പ്രണയത്തിലാണ്. ഇതിനിടയ്ക്ക് അതുകൊണ്ട്
ഭയങ്കര വലിയൊരു പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ അല്ലു അർജുൻ്റെ സിനിമയൊക്കെ കണ്ടിട്ട് പ്രണയം ആ ഒരു ലെവലിലാണ് ചിന്തിക്കുന്നത്, കുറച്ച് ഡ്രമാറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ സ്കൂളിങ്ങിൽ തൊട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആള് സ്കൂളിങ് തൊട്ടുണ്ട്, കാണാൻ നല്ല ക്യൂട്ടാണ്, ഭയങ്കര രസമാണ്. അപ്പോൾ എല്ലാവരും സ്വപ്നം കാണുന്നൊരു ഇതാണ്. അപ്പം നമ്മളെപ്പോലെ ഈ ഒരു പാൽക്കാരൻ പയ്യന് സ്വപ്നം കാണാൻ പറ്റാത്തൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയൊക്കെ നമ്മളെ പ്രേമിക്കുക എന്ന് പറയുന്നതൊക്കെ ലിറ്ററലി സംഭവമാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഫേസ്ബുക്കൊക്കെ വന്ന സമയം വീണ്ടും പഴയ കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ വരുന്നു. അപ്പം ഈ കുട്ടിയെ കണക്ട് ചെയ്യുന്നു, ആ കുട്ടി എന്നോട് സംസാരിക്കുന്നു. അപ്പൊ അങ്ങനെ ഈ കൊച്ചിനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കി, ലവർ ആക്കി, പ്രപ്പോസ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ആക്ച്വൽ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തത്. എന്ത് പറ്റി? ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ റിലേഷൻ അവരുടെ വീട്ടുകാർക്ക് കുറച്ച് താല്പര്യക്കുറവുണ്ടായിരുന്നു, കാസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും സെയിം ഏജാ. അവർക്ക് 23 വയസ്സ് 24 വയസ്സിനുള്ളിൽ കല്യാണം നടക്കണം, സെയിം ഏജ് ആണ്. അപ്പോൾ പ്രശ്നം മനസ്സിലായില്ല. അപ്പോൾ അവിടെ കല്യാണാലോചനകൾ തുടങ്ങിയപ്പം ഇവിടെ എനിക്ക് പ്രഷർ സ്റ്റാർട്ട് ചെയ്തു. അവള് എനിക്ക് മെയിൽ അയക്കാൻ തുടങ്ങി. അപ്പം വേറെ കോൺവെർസേഷൻ വീട്ടിൽ കാര്യങ്ങളൊക്കെ പൊക്കി, പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പം ഇവളെനിക്ക് മെയിൽ അയക്കുന്നു, ഇതുപോലൊക്കെ എന്നെ എന്തെങ്കിലും വീട്ടിൽ വന്ന് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു. ഞാൻ എന്ത് ചെയ്തു, എന്നെ കോളേജിൽ പഠിപ്പിച്ച ഒരു സാറുണ്ട്, അധ്യാപകനായിട്ട് പോയി. അദ്ദേഹത്തെ ജോലി ആയിട്ടില്ല. ആകെപ്പാടെ എന്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു കോൾ സെന്റർ ഓഫർ ലെറ്ററും ഈ CSFന്റെ മെഡിക്കലും, ഇത് മാത്രമേ എന്റെ കയ്യിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ബേസിക്കലി വിചാരിക്കണെന്ന് വെച്ചാൽ CSFൽ പോവുക, ജോലിയാവുക, സമയമാകുമ്പോൾ കിട്ടുക, ഇതൊക്കെയാണ് വിചാരിക്കണത്. അപ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സാർ താമസിക്കുന്നത്. അപ്പോൾ സാറുമായിട്ട് ഞാൻ നേരെ രാവിലെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോണു. മൂപ്പരിപ്പോ ഉണ്ട്, ഇന്നലെ കൂടെ ഞാൻ കണ്ടതേ ഉള്ളൂ. മൂപ്പര് ഒരു വിഷ്ണു എന്നാണ്, വിഷ്ണുമോഹൻ. മൂപ്പരിപ്പോ KSEBയിലെ വർക്ക് ചെയ്യണം. അപ്പൊ മൂപ്പരായിട്ട് പെണ്ണ് വെക്കാൻ വേണ്ടി പറഞ്ഞു. അമ്മായിയപ്പൻ ആദ്യം എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു, മനസ്സിലായപ്പോ ഇറങ്ങി പോടാന്ന് പറഞ്ഞു. ഇപ്പൊ കേക്കണ്ടാവും തീർച്ചയായിട്ടും. അപ്പൊ മൂപ്പര് കുറെയൊക്കെ കൺവിൻസ് ചെയ്തു. അപ്പൊ മൂപ്പര് എനിക്ക് ഒരു ടാർഗറ്റ് ഒക്കെ, അന്ന് ഫസ്റ്റ് ടാർഗറ്റ് ലൈഫിൽ ടാർഗറ്റ് കിട്ടുന്നത് within 2 years I have to make 25 lakhs. അതായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. എനിക്ക് പിന്നെ അവിടെ നഷ്ടപ്പെടാൻ പേടിയൊന്നും ഇല്ലല്ലോ, ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന ഇതായിട്ട് പറയുകയും ചെയ്തു. ഓക്കെ, മൂപ്പര് പറഞ്ഞു എന്നാൽ നീ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഈ CSFൽ കൊണ്ട് 25 ലക്ഷം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, അതിന് പോയി കഴിഞ്ഞാൽ ഇവള് നഷ്ടപ്പെടുകയും ചെയ്യും. ഇതാണ് ഫസ്റ്റ് എൻ്റെ ഒരു പോയിന്റ്. ഞാൻ എന്ത് ചെയ്തു, ഈ CSFലെ മെഡിക്കൽ വന്നത് അങ്ങ് പോകുന്നില്ല. ഞാൻ തീരുമാനിച്ചു, ആരോടും ഞാൻ സംസാരിച്ചില്ല. അത് ഞാൻ മുക്കിയിട്ട് നേരെ ഞാൻ എന്ത് ചെയ്തു, അമ്മ അടുത്ത് പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ ജോലി ശരിയായിട്ടുണ്ട്, അപ്പൊ എനിക്ക് പോകണം. അപ്പൊ എന്ത് ചെയ്തു, കാശില്ല വീട്ടില്. അമ്മ എന്ത് ചെയ്തു, അമ്മയുടെ ഒരു വള ഊരി പണയം വെച്ച് 8000 രൂപയും കൊണ്ടാണ് ഞാൻ അതുവരെ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടില്ല. അത് നാടുമായിട്ട് അത്രയും അറ്റാച്ച് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഭയങ്കര സങ്കടം, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ബസ് ബുക്ക് ചെയ്ത് ബസ്സിൽ കയറി. എൻ്റെ ഫ്രണ്ട് ശ്യാം എന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടുന്ന് കയറി ഞാൻ ഇരുന്ന് കരയാൻ തുടങ്ങി. വണ്ടിയിലിരുന്ന് ലിറ്ററലി കരയാണ്. എനിക്കറിയില്ല, ഈ 8000 രൂപയും ഞാനും ഉണ്ട്. എനിക്ക് ആകെപ്പാടെ ഒരു കോൾ സെന്ററിൽ ഇത് മാത്രമേ ഉള്ളൂ. അതും വീട്ടിലിരുന്ന് ഫോൺ വിളിച്ചിട്ട് ഓഫർ ലെറ്റർ ഒക്കെ കിട്ടുന്ന എത്രമാത്രം ഉറപ്പുണ്ടാവും ആ ജോലിക്ക്, അത് മാത്രമേ ഉള്ളൂ. അപ്പം CSF പോയി, നമ്മുടെ പ്ലാനിങ്സ് ഫുള്ള് തെറ്റി. പക്ഷെ എനിക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. അവിടുന്ന് അവിടെ എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ഒരു വ്യക്തിയുണ്ട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. താടിയൊക്കെ ഇത്രയുള്ള ഒരു കാക്ക. മൂപ്പര് എന്തോ ബിസിനസ്സാണ് ചെയ്യണത് ബാംഗ്ലൂർ, തുണിയുടെ എന്തോ ഒരു ബിസിനസ്സാണ്, എനിക്ക് ഓർമ്മയുണ്ട്. ഈ മൂപ്പര് ഉറങ്ങിയിരുന്ന മൂപ്പര് ലിറ്ററലി എന്നോട് ചോദിച്ചു, എന്താ മോൻ്റെ പ്രശ്നം എന്താന്നൊക്കെ ചോദിച്ചു. കരയുവാണല്ലോ നമ്മൾ ഇങ്ങനെ കണ്ണ് തുടയ്ക്കുന്നുണ്ടിടയ്ക്ക്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, വീട് വിടുന്നു, ഇനി തിരിച്ചാ വീട്ടിലേക്കല്ലേ. എൻ്റെ ലോകം അതാണ്, ആട് എല്ലാം പോയി. അപ്പൊ ഈ മൂപ്പര്, എനിക്ക് ശരിക്കും തോന്നുന്നു മൂപ്പര് ഒരു ദൈവമായിരുന്നു തോന്നുന്നു. ആ രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. ആ രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കാര്യം പറഞ്ഞ്, ഞാൻ എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മൂപ്പരപ്പം എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ് തരുന്നത്. മൂപ്പരായിരുന്നു, നീ ഉറപ്പായിട്ടും അവിടെ ചെന്നിട്ടുള്ള
രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ, നീ രക്ഷപ്പെടും, ഇതൊക്കെ അതെനിക്ക് ഭയങ്കര ഒരു സമാധാനമായിരുന്നു. ഞാൻ ചെന്നു നേരെ ബാംഗ്ലൂർ. ജോലിക്ക് കയറി അത് വേറെ ജോലിക്ക് ട്രൈ ചെയ്തു. അതിന് പിറ്റേ ദിവസം അതിന് പോയി ചെയ്യണമല്ലോ. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് കളി മനസ്സിലായത്, ഇത് നമ്മൾ ഉദ്ദേശിച്ച പണിയൊന്നും അല്ല, ഇത് വേറെന്തോ സെറ്റപ്പാണ്. അതെനിക്ക് പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്തോ വലിയ സംഭവമാണല്ലോ. അപ്പം നമ്മളെ കൊണ്ട് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അവിടെ നേരെ എന്താ പറയുക, നൗക്കറി ആപ്പ് രജിസ്റ്റർ ചെയ്തു. അതിനകത്ത് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 3-4 ഇൻ്റർവ്യൂസ് വെച്ച് നമുക്ക് കിട്ടും. രാവിലെ കോട്ടും സൂട്ടും എല്ലാം ഇട്ട് നേരെ ഇൻ്റർവ്യൂ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞൊരു 3-4 ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ മാത്രമല്ല ഇവിടെ, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പരിപാടി ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം എനിക്ക് റിയലൈസേഷൻ വന്നു തുടങ്ങി. നമ്മൾ ഈ സിനിമ കാണുന്ന ഡ്രാമയൊന്നും അല്ല ലൈഫ്, റിയാലിറ്റി ഈസ് റിയലി സംതിങ് ബിഗ്. എല്ലാ ജോലിയിലും ഐ ആം ഡെസ്പറേറ്റ്. ഞാനാണ് ഡെസ്പറേറ്റ്, ബിക്കോസ് പൈസ തീർന്നുകൊണ്ടിരിക്കുക. 8,000 രൂപ അതിനകത്ത് ഓൾറെഡി 6,000 2 മാസത്തെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് 2,000 രൂപയേ ഉള്ളൂ. ഈ 2,000 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങി, പിന്നെ ഈ പോകാനുള്ള വണ്ടിക്കൂലി കാര്യങ്ങൾ. ആദ്യം ഊബർ വിളിച്ചു പോയി, പിന്നെ അത് ഓട്ടോയിലായി, പിന്നെ അത് നടന്നു പോകുന്ന രീതിയിലായി. പൈസ ഫുള്ള് തീരുക. ഒരു 8-9 ദിവസമായപ്പം എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല എന്ന് മനസ്സിലായി. കാരണം ഒരു ഇൻ്റർവ്യൂവിന് തന്നെ ഒരു 100 പേരുണ്ട്. ഇതിനകത്ത് ഞാൻ എന്താ സ്പെഷ്യലാ? അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇത് കാര്യം നടക്കൂല, പണി പാളിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറയുന്നു അവർ വേറെ ആലോചിക്കും. എല്ലാം കംപ്ലീറ്റ് ശൂന്യം. പെണ്ണും പോവും, മെഡിക്കലിന്റെ സമയവും കഴിഞ്ഞ്, CSFും പോയി, എല്ലാം പോയി. എനിക്കിത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എനിക്കിത് ആരോടും പറയാൻ പറ്റത്തില്ല. ഞാൻ ആകെ വിഷമിച്ച് അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ സെറ്റാവാൻ തോന്നുന്നില്ല, തിരിച്ച് അല്ല അവർ ഭയങ്കര സപ്പോർട്ടാണ്, ഒന്ന് തിരിച്ച് വന്നോളാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നമുക്ക് ചെയ്ത് ജീവിക്കാം. അപ്പം ഞാൻ പോയിട്ട് വീണ്ടും ഒരു 2 പശുവിനെയും കൂടെ വാങ്ങിക്കാം, നമുക്ക് എന്നിട്ട് കച്ചവടമൊക്കെ ഒന്ന് റെഡിയാക്കി വേറെ എന്തെങ്കിലും കൂടെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കാം. ഇത് തന്നെ നമ്മുടെ ഉറപ്പ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ റൂംമേറ്റിൻ്റെ കോൺടാക്റ്റിൽ എനിക്കൊരു ഇൻ്റർവ്യൂ സെറ്റ് ആവുന്നത്. അപ്പോൾ അത് പിറ്റേ ദിവസമാണ്. അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച ഞാൻ പോവുക. പിന്നെ അവൻ എനിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ സെറ്റ് ആക്കിയതല്ലേ, എന്തായാലും അവിടെ വരെ പോയേ പറ്റത്തുള്ളൂ. ഇതുവരെ സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് പോയ ആള് പയ്യെ ഇട്ടിരുന്ന ഒരു ടീഷർട്ട് ഇട്ട് കുളിച്ചത് പോലും ഇല്ല. ലിറ്ററി പറഞ്ഞാൽ ജസ്റ്റ് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തൊന്ന് സെറ്റാക്കി ഞാൻ നേരെ രാവിലെ ഇൻ്റർവ്യൂവിന് പോയിട്ട് ആൾക്കാരൊക്കെ കാണുന്നു, ഇത്രയും ആൾക്കാരൊക്കെ ഇരിക്കുന്ന, ഒറ്റ വേക്കൻസി ഉള്ളു, എന്തായാലും കിട്ടൂല, ഉറപ്പാണ്. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡും അങ്ങനെ തന്നെ. അവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ നോക്കുന്നു, ആൾക്കാർ ഇവനൊക്കെ എന്തിനാണ്, ഇതൊക്കെ നമ്മൾ കുറേ കണ്ടത്, ആ ആറ്റിറ്റ്യൂഡായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യം HR ആണ്. ആ HR ഇന്നും എന്നോട് അടുപ്പുണ്ട്, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. മുപ്പത്തേ ഞാൻ ദീദി എന്നാണ് വിളിക്കണേ. ദ ഫസ്റ്റ് വൺ ഹു ട്രസ്റ്റഡ് മീ, ദീപിക എന്ന പേര്, ഒരു നോർത്ത് ഇന്ത്യനാണ്. അപ്പോൾ മൂപ്പത്തി ഫസ്റ്റ് വന്നപ്പോഴേ മൂപ്പത്തി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കുറേ നേരം കൊണ്ട്. മൂപ്പത്തിക്ക് ഓരോ കാര്യങ്ങൾ. ഫസ്റ്റ് പ്രോബ്ലം ഇംഗ്ലീഷ്. നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, നമ്മൾ കോളേജിൽ എഞ്ചിനീയറിംഗാണ് പഠിച്ചത്, പക്ഷെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. നമ്മൾ ഗ്രാമർ പെർഫെക്ഷൻ ഒക്കെ നോക്കിയിട്ട് കഥ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരുടെ സമയം അവിടെ കഴിയും. പക്ഷെ ഇവിടെ ഞാൻ ഡെസ്പറേറ്റ് അല്ല, കിട്ടില്ല എന്ന് ഉറപ്പാ. അപ്പം എന്ത് ചെയ്തു, മൂപ്പത്തി ചോദിച്ച ചോദ്യത്തിനെല്ലാം ഒരുമാതിരി എന്താ പറയുക, എൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്തിട്ടുള്ള ഉത്തരങ്ങളാണ് പറയണേ. എനിക്ക് ജോലി വേണ്ട, കൂട്ടുകാരനെ ഒപ്പിച്ചോണ്ട് മാത്രം വന്നൊരു ഇന്റർവ്യൂ കിട്ടത്തൂല്ല. ഐ വാസ് ലൈക്ക് ഭയങ്കര ആറ്റിറ്റ്യൂഡ്. അതെങ്ങനെയാന്ന് അവർ ചോദിക്കുന്നു, അതിന് മറുപടി ഞാൻ അങ്ങനെ പറയണു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ലിസ്റ്റ് ഇട്ടപ്പോൾ അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വെച്ചോ ശരി, അടുത്ത റൗണ്ട്, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടേക്കുന്നു. അടുത്ത റൗണ്ടും ക്ലിയർ ചെയ്തിട്ട് എല്ലാരും പോയി, ഞാൻ മാത്രം ബാക്കി നിൽക്കുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ. ഇല്ല, സ്പാർക്ക് അടിക്കുന്നില്ല. ഞാൻ വെച്ചാൽ എന്റെ അഹങ്കാരം കൊണ്ട് എന്നെ പിടിച്ചു നിർത്തിട്ട് എന്തെങ്കിലും പണി തരാനാണെന്ന് എന്റെ വിചാരം. കാരണം ഞാൻ അമ്മാതിരി ആറ്റിറ്റ്യൂഡ് ആണല്ലോ ഞാൻ കാണിക്കണേ. അപ്പൊ എന്നോട് പറഞ്ഞു ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ഒന്ന് സംസാരിക്കണം, അത് കഴിഞ്ഞിട്ട് നോക്കാന്നാണ്. അപ്പൊ ഏറ്റവും മുകളിലത്തെ ഇതിൽ പോയി. അപ്പോൾ 36 ഒരു തമിഴത്തിയാണ്. അപ്പോൾ 30 ഇംഗ്ലീഷ് സംസാരിച്ചപ്പോഴേ എൻ്റെ ഇംഗ്ലീഷ് കേട്ടപ്പോൾ 30ക്ക് മനസ്സിലായി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവുകയാണ്. 30 തമിഴിൽ എന്നോട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മളാണെങ്കിൽ മറ്റേ വിജയുടെ സിനിമ കണ്ട അത്യാവശ്യം തമിഴൊക്കെ അറിയാം. തമിഴ് നമുക്ക് നന്നായിട്ട് അറിയാം, സിനിമ കണ്ട് തമിഴൊക്കെ പഠിച്ചു. തമിഴിൽ സംസാരിച്ചു. ഞാൻ താഴെ വന്ന് നേരെ ഞാൻ ഇറങ്ങി പോവാ. എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് കുറച്ച് ഫുഡ് കഴിച്ച് അടുത്ത ആഴ്ചത്തെ ടിക്കറ്റും ബുക്ക് ചെയ്യണം, നാട്ടിൽ പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് HR പറഞ്ഞു എവിടെ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല പോവല്ലേ, കഴിഞ്ഞില്ലേ പരിപാടി? ഇല്ല കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു സാധാരണ ഇത്ര ഉള്ളല്ലോ, ഇനി പോവല്ലേ? ഇല്ല അവിടെ നിൽക്ക്, കുറച്ച് കാര്യങ്ങൾ പേപ്പർ വർക്കൊക്കെ ചെയ്യാനുണ്ട്. എന്തിന്?
യു ആർ സെലക്റ്റഡ്. അപ്പൊ സ്പാർക്ക് അടിച്ചു. സ്പാർക്ക് അടിച്ചല്ല, പൊട്ടന് ലോട്ടറി അടിച്ചാണോ എന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിച്ചത്. ഇതെന്താ സംഭവിച്ചതെന്ന്. അപ്പോഴാണ് മുപ്പത്തിയാർ എന്നോട് പറഞ്ഞത്, നീ വന്നൊരു കാരണമുണ്ട്, നീ എന്തിനാ ഇവിടെ വന്നത്, നിന്നെയാണ് നീ ഇവിടെ കാണിച്ചത്. അപ്പോൾ അത് ഞങ്ങൾക്ക് നിന്നെ പോലുള്ള ആൾക്കാരെ വേണ്ടത്. അവിടെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. അവിടുന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജൂലൈ 1 ഇന്റർവ്യൂ കഴിയുന്നു, ജൂലൈ 6 ഞാൻ ജോയിൻ ചെയ്തപ്പോൾ അടുത്ത ടാസ്കുകൾ തുടങ്ങി. നമ്മുടെ മലയാളികളുടെ യൂഷ്വൽ ഇംഗ്ലീഷിന്റെ പ്രശ്നങ്ങൾ. ഞാൻ ഒരൊറ്റ മലയാളിയുള്ള സാലറി അതൊരു തമാശയായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 10,000, അങ്ങേറ്റം പോയ 15,000. കാരണം 3,000 രൂപയാണ് എൻ്റെ PG ഫീസ്. 3,000 രൂപ തീറ്റ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി ഇത്ര ഉണ്ടല്ലോ. അപ്പോൾ ഒരു 15 കിട്ടണമെങ്കിൽ നമ്മുടെ കച്ചവട തന്ത്രം അറിയാമല്ലോ, 25 ചോദിച്ചാലേ നമുക്ക് 15 കിട്ടത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഒറ്റയടിക്ക് പറഞ്ഞു 25. ഞാൻ ചിന്തിച്ചില്ല, അവരത് ഓക്കെ ആയി. ഒന്ന് നെഗോഷിയേറ്റ് പോലും ചെയ്തില്ല, 25. അപ്പൊ ഞാൻ മനസ്സിലായി അപ്പൊ ഞാൻ ദൈവം എന്നൊരു 30 ചോദിക്കേണ്ടതായിരുന്നു ചിന്തിച്ചു. അത് കഴിഞ്ഞു, അതും സെലക്ട് ആയി. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇംഗ്ലീഷിൻ്റെ, അത് എല്ലാവരോടും എനിക്ക് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മളെല്ലാവരും ഈ മലയാളികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാവരും പറയുന്നില്ല, പക്ഷെ എന്നാലും എന്നെ പോലുള്ള മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഗ്രാമറും പെർഫെക്ഷനും ഒക്കെ നോക്കിയിട്ടാണ്. പക്ഷെ ഞാൻ 30 ദിവസം കൊണ്ടാണ് യൂറോപ്യൻ ക്ലയൻസിനെ വരെ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത്. അതിന് എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്നെ ലീഡായിട്ടുള്ള വനേസ, 36 ഞാൻ എന്തൊക്കെ മണ്ടത്തരങ്ങൾ ആ തുടക്കത്തിൽ വിളിച്ച് പറഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ക്ലയൻസ് മെയിൽ അയച്ചത് മര്യാദയ്ക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു എംപ്ലോയിനെ പിടിച്ചിരുത്താൻ പറഞ്ഞു, എന്നിട്ട് പോലും എന്നെ അവിടെ അവർ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഷീ എൻകറേജ് മീ ലൈക്ക് ദാറ്റ്. ആൻഡ് അതുകൊണ്ട് 30 days കൊണ്ട് ഐ ബിക്കം ലൈക്ക് ദിസ്. പിന്നെ എനിക്ക് പേടിയില്ല, അവിടുന്ന് പെർഫെക്റ്റ് ആയി. അത് തന്നെയാണ് പിന്നെ മുന്നോട്ടുള്ള എൻ്റെ ലൈഫിലെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തത്, ആ ഒരു കോൺഫിഡൻസ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മൾ പെർഫെക്റ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഒന്ന് ഫെയിലാവും, അടുത്തത് ഫെയിലാവും, വീണ്ടും ഫെയിലാവും, ദാറ്റ്സ് ഓക്കെ. വീണ്ടും 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 ചെയ്യുക. അപ്പം നമ്മൾ എല്ലാവരെക്കാട്ടിലും മുമ്പിലാവും. പക്ഷെ ആദ്യത്തെ ഫെയിലിയർ ആകുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. ഈ പേടി ഒഴിവാക്കിയാൽ മാത്രമാണ് മുമ്പിലാവാൻ പറ്റുന്നത്. അതാണ് എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ. കാരണം ചെറുപ്പം തൊട്ടേ തോറ്റു വന്നുകൊണ്ട് എന്നിൽ ആർക്കും പ്രതീക്ഷയില്ല, എനിക്ക് മാത്രമേ പ്രതീക്ഷയുള്ളൂ. അപ്പോൾ എനിക്ക് ആരെയും ബോധിപ്പിക്കണ്ട, എനിക്ക് ആരെയും സാറ്റിസ്ഫൈ ചെയ്യണ്ട, എനിക്ക് എന്നെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചാൽ മതി. അവിടെയാണ് എനിക്കൊരു വിജയം വന്നത്. അങ്ങനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു നന്നായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ മെയിൻ കോർ ഫീൽഡിലേക്ക് ഞാൻ വരുന്നത്. ഞാൻ വന്ന് പെട്ടത് റവന്യൂ ടീമിലാണ്. റവന്യൂ അപ്പം അറിയില്ല, കറക്റ്റ് അവിടെ തന്നെ വന്ന് വീണു. കച്ചവടം അവിടെ തന്നെയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട്, നമ്മുടെ ബിൽഡിംഗ് എന്ന് പറഞ്ഞ ഒരു 7 നിലയാണ്. അപ്പോൾ ഓരോ ബിൽഡിങ്ങിലും ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഏറ്റവും ടോപ്പ് ബിൽഡിംഗ് ആണ് റവന്യൂ മാനേജ്മെന്റ്. ആ ടോപ്പ് ബിൽഡിങ്ങിലെ വ്യൂവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പം എന്തോ സ്പെഷ്യൽ ഉണ്ട് ഈ ടീമിന്, അതെനിക്ക് മനസ്സിലായി. നമുക്ക് ഈ ഡൊമൈൻ അറിയത്തില്ലെങ്കിലും എന്തോ സ്പെഷ്യൽ ഉണ്ട് അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നു. ആകെ 6 പേരേ ഉള്ളൂ ആ ടീമിൽ. അവർക്ക് വേണ്ടി അത്രയും ഡെഡിക്കേറ്റഡ് സ്പേസ്, അവർക്ക് ഇരിക്കണ്ട, അവർക്ക് നടക്കാം, അവർക്ക് എന്താ പറയുക, ഡ്രസ് കോഡ് ഇല്ല, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വരാം, ഇഷ്ടമുള്ള സമയത്ത് ഇറങ്ങിപ്പോവാം. സംതിങ് സ്പെഷ്യൽ, എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ട് അവർക്ക്. അങ്ങനെയാണ് ഞാൻ ആ ടീമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം റവന്യൂ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു കോഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അന്നൊരു റഷ്യക്കാരൻ്റെ ഒരു തീസിസ് പേപ്പറാണ്, ഒരു PhD പേപ്പറാണ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് പകുതിയും റഷ്യനിലാണ്, ബാക്കി ഇത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും ഇതിനെക്കുറിച്ചില്ല. ഞാൻ ഇതൊക്കെ വായിച്ച് വെച്ചിട്ട് അടുത്ത റിവ്യൂ മീറ്റിംഗ്സിൽ വരുമ്പോൾ എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കണ്ട, എനിക്ക് അവിടെ ഇരിക്കണം. നമുക്ക് ക്ഷമയില്ല, നമുക്ക് സമയമില്ല. 25 ലക്ഷമാണ് 2 വർഷം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതാണ് മൈൻഡ്. അതെ, പെങ്കൊച്ചു പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തു, നേരെ ഇത് ഒക്കെ റെഫർ ചെയ്തിട്ട് റിവ്യൂ മീറ്റിങ്ങിൽ വരുമ്പോൾ ഞാൻ എൻ്റെതായ സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങി. അത് ഇവരെല്ലാം എന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. കൊള്ളാലോ, ഈ ചെക്കൻ വന്നപ്പോൾ തന്നെ സ്ട്രാറ്റജീസ് ഒക്കെ പറയാൻ തുടങ്ങി. അങ്ങനെ ഇവരെനിക്ക് പ്രോപ്പർട്ടീസ് തരാൻ തുടങ്ങി, സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി തരാൻ തുടങ്ങി. അപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും കഷ്ടകാലം മനസ്സിലായത്. ഫസ്റ്റ് കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ മൂന്നാറിലെ ഒരു ഫേമസ് പ്രോപ്പർട്ടി, ഞാൻ പേര് പറയുന്നില്ല, അതാണ് എനിക്ക് ഫസ്റ്റ് ചെയ്യാൻ തന്നത്. ഞാൻ റേറ്റ് അപ്ഡേറ്റ് ചെയ്തു. 5000 രൂപ റേറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട അടുത്ത് 500 രൂപ അപ്ഡേറ്റ് ചെയ്തു. ഒരു പൂജ്യം കുറഞ്ഞു പോയത്. എത്രയല്ലേ ഉള്ളൂ. കിങ്സ് 500 രൂപയ്ക്ക് കയറാൻ തുടങ്ങി. അത് പീക്ക് ടൈം. പണിപാളി. എല്ലാവരും എന്നെ പേടിപ്പിക്കാൻ തുടങ്ങി. നിന്റെ സാലറി കെട്ടാവും. ആകെപ്പാടെ 25,000 രൂപ സാലറി, 2 ലക്ഷം രൂപയുടെ എങ്ങാണ്ട് ബുക്കിംഗ് കയറി.
ഞാൻ ഇനി എത്ര വർഷം ജോലി ചെയ്താൽ ഇത് അടയ്ക്കാൻ പറ്റും? പെട്ടു. എല്ലാവരും എൻ്റെ ലീഡ്സ് ആയാലും എല്ലാവരും കൈ ഒഴിഞ്ഞു. ഞാൻ നിന്ന് വിറക്കി എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്ത് ചെയ്തു, ഓരോ ഗസ്റ്റ് ബുക്ക് ചെയ്ത ഗസ്റ്റിനെയും വിളിച്ചിട്ട് ഡയറക്റ്റ് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇതുകൊണ്ടൊക്കെ എനിക്ക് അബദ്ധം പറ്റിയതാ, നിങ്ങളിത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞു. എങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് ഫുള്ളും ക്യാൻസൽ ചെയ്യിപ്പിച്ചു. ഈ ബുക്കിംഗ്സ് ഫുള്ള് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. നമ്മളെന്നെ പണ്ടേ കൺവിൻസിങ് സ്റ്റാറാ, അമ്മായിപ്പിനെ കൺവിൻസ് ചെയ്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. അതെ കൺവിൻസിങ് സ്റ്റാറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം ക്യാൻസൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയും എനിക്കൊരു പ്ലസ് പോയിന്റ് ആയി. ബിക്കോസ് എൻ്റെ മാനേജ്മെന്റ് നോക്കുമ്പോൾ ഇതിന് തൊട്ട് മുമ്പ് സംഭവിച്ച ഇതിൽ ഒരു ലേഡിയുടെ കയ്യിൽ നിന്ന് 50,000 rupees കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അത് മൊത്തം ആ ഇഷ്യൂ സോൾവ് ചെയ്തു. സോ അവർക്ക് മനസ്സിലായി ദാറ്റ് ദിസ് ഗായ് ക്യാൻ ഡു സംതിങ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റീസ് തരാൻ തുടങ്ങി. അപ്പം അത് മാത്രമല്ല, എനിക്ക് ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നായിരുന്നു അന്ന് ആ കമ്പനിയുടെ 25% ഓഫ് ഷെയർ വരുന്നത്, ക്ലയൻറ്റ് സെഗ്മെന്റ് വരുന്നത്. നമ്മുടെ കേരളം അത്രയും ബെസ്റ്റ് ആണല്ലോ. അപ്പം ഈ ക്ലയൻസിനായിരുന്നു നോക്കുന്ന ഒറ്റ മലയാളിയുള്ളൂ. അതെനിക്കൊരു ഗുണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു, നന്നായി വർക്ക് ചെയ്തു. ഒരു 6 months ആയപ്പോൾ തന്നെ എംപ്ലോയി ഓഫ് ദ ഇയർ ആയി. അന്ന് വരെ ഒരു സാധാ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് iPhone 6 ബെസ്റ്റ് എംപ്ലോയി ആയിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് എനിക്ക് ഭയങ്കരമായിട്ട്, എനിക്കറിയില്ല, ചില സമയത്ത് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് എൻ്റെ ലൈഫിൽ ഇതെങ്ങനെ സംഭവിക്കുന്നു. ഞാൻ അവിടുന്നാണ് ആ മോട്ടിവേഷൻ. അതും 25-ൽ തുടങ്ങിയ സാലറി ഒരു വർഷത്തിനുള്ളിൽ തന്നെ 45,000 രൂപയാവുന്നു. അങ്ങനെ കല്യാണത്തിലേക്ക് വരുന്നു. അപ്പോൾ എനിക്ക് കമ്പനി തന്നെ പറയണു, യു ഡോണ്ട് വോണ്ട് ടു വർക്ക് ഹിയർ, യു ഗോ ആൻഡ് വർക്ക് ഇൻ കേരള. അങ്ങനെ ഞാൻ കേരളത്തിൽ വന്ന് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിഞ്ഞാണ് പിന്നെ ഒരു ഇത് വരുന്നു. ശ്രീലങ്ക ഒരു മാർക്കറ്റാണ്. അപ്പോൾ അവിടെ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ അങ്ങനെ ഞാൻ അവിടേക്ക് പോകുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ജീവിതത്തിൽ ഇന്റർനാഷണൽ, ആ ഒരു ഭാഗ്യമൊന്നും, അതും ശ്രീലങ്കൻ എയർലൈൻസ്. അപ്പം ഞാൻ ഇരിക്കുന്നു, തൊട്ടടുത്ത് ഒരു ശ്രീലങ്കക്കാരൻ തന്നെ വന്നിരിക്കുന്നു. നല്ല വണ്ണമൊക്കെ ഉണ്ട്, കണ്ടാലേ അറിയാം മൂപ്പര് ഹീസ് വെൽത്തി. ഞാനും ഒട്ടും ജാടയൊന്നും വിട്ടില്ല. പിന്നെ നമ്മൾ 24-25 വയസ്സിൻ്റെ ഇതൊന്നും കാണിക്കുന്നൊന്നുമില്ല. നമ്മൾ ഇരിക്കുന്ന സമയത്ത് മൂപ്പര്, ഞാൻ അങ്ങോട്ട് ഇടിച്ചു കയറി പരിചയപ്പെടുന്നു, സംസാരിക്കുന്നു. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണ്, മൂപ്പര് ചെയ്യണത് എന്താണ്. അപ്പോൾ മൂപ്പര് ആക്ച്വലി ശ്രീലങ്കക്കാരനാണെങ്കിലും മൂപ്പര് പണ്ടേ കാനഡയിൽ പോയി സെറ്റിൽ ആയ ഒരു വ്യക്തിയാണ്. ഹി ഹാസ് സം ബിസിനസ് ഇൻ ശ്രീലങ്ക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുറേ, ആ ഫ്ലൈറ്റ് ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. 1.5 മണിക്കൂർ ഫുള്ള് നമ്മൾ സംസാരിച്ചു പോകാൻ നേരത്ത് മൂപ്പരുടെ കാർഡ് എനിക്ക് തന്നു. എൻ്റെ കാർഡ് ഞാൻ മൂപ്പർക്ക് കൊടുത്തു, വിട്ടു. ഞാൻ നേരെ എൻ്റെ വഴിക്കോട്ട് പോയി. ഞാൻ മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തി ശ്രീലങ്കയിലെത്തിക്കുന്ന നിലവിലുള്ള കമ്പനിയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ തിരിച്ചു വന്ന് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ ഇന്റേണൽ പൊളിറ്റിക്സ് അതിനെ കുറിച്ച് എനിക്ക് കൂടുതൽ അറിയാമല്ലോ, പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അത് നമുക്ക് ഈഗോ, നമ്മൾ ഇത്രയും ഒരു വർഷം കൊണ്ട് ഇത്രയൊക്കെ വിടുന്നു. അപ്പൊ നമ്മൾക്ക് അത് ഭയങ്കര ഇത്. അപ്പൊ അവർക്കെന്ന് പറഞ്ഞാല് ചെറുപ്പം ആയിട്ടൊരു പയ്യനെ വിട്ടത് ചെയ്യിപ്പിക്കേണ്ട, അത് മുതിർന്നവരിനി ചെയ്തോളൂ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് 5 ദിവസം അവിടെ നിന്ന് എടുത്ത അനാലിസിസ് അത് വേറൊരാൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സിന്റെ പേരിൽ ഞാൻ പേപ്പർ ഇട്ടു. അതാണ് നമ്മുടെ കോൺഫിഡൻസ്. ഒന്നും ചിന്തിക്കുന്നില്ല, പേപ്പർ ഇട്ട് കഴിഞ്ഞ് അവർ അക്സെപ്റ്റും ചെയ്തു. അവര് നിൽക്കാൻ പറഞ്ഞൊന്നുമില്ല. ഇല്ല, അത് പൊളിറ്റിക്സിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അവരുടെ, അത് കോർപ്പറേറ്റ് അങ്ങനെയാണ്. പെട്ടു എന്ന് പറഞ്ഞാല് ദ വെരി നെക്സ്റ്റ് മന്ത് ഓൺവേർഡ്സ് ഐ ഹാവ് ടു പേ EMIs, കല്യാണത്തിന്റെ കാര്യങ്ങൾ, ബാക്കിയുള്ളത്. ഒരു പെണ്ണുണ്ട് ഇപ്പൊ കൂടെ, അതും ഇത്രയും വിപ്ലവമൊക്കെ സൃഷ്ടിച്ചൊരു കല്യാണം കഴിച്ചതാ. നന്നായി പെട്ടു. എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. അപ്പോഴാണ് ദൈവദൂതനെ പോലെ നമ്മുടെ ഫ്ലൈറ്റിലിരുന്ന് സംസാരിച്ച രോഹൻ എനിക്കൊരു മെയിൽ അയക്കുന്നത്, എന്തായി നിന്റെ കാര്യങ്ങൾ, എന്തൊക്കെയായി എന്ന് പറഞ്ഞു. അത് അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു ഇതുകൊണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, അപ്പോൾ ആ പ്രൊജക്റ്റിന് നടക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ വേറെ ജോലി തപ്പുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു കോളിൽ കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കോളിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒറ്റയടിക്കൊരു ഓഫർ, നീ എന്നാൽ ഇത് എനിക്ക് വേണ്ടി ചെയ്യാവുന്ന, അവിടെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാം. നമുക്ക് എന്താ നഷ്ടപ്പെടാൻ? നഷ്ടപ്പെടാൻ. ഞാൻ പറഞ്ഞു അതിനെന്താ റെഡി എന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ ടിക്കറ്റും വെച്ചു, വിസയും റെഡിയാക്കി ഞാൻ ശ്രീലങ്കയ്ക്ക് വിട്ടു.
അഗെയിൻ ശ്രീലങ്ക. നേരെ മൂപ്പരുടെ കമ്പനി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതെൻ്റെ ലൈഫിൽ ഇതുവരെ അനുഭവിച്ചതിനെക്കാട്ടിലും വലിയൊരു ടാസ്ക് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം മൂപ്പര് വാസ് ഗിവൺ മീ എ ജോബ് എന്നല്ല, മൂപ്പര് പറഞ്ഞത് എനിക്ക് വേറെ ബിസിനസ്സൊക്കെയാണ്, ഐ വിൽ ഗിവ് യു എ സാലറി, ഐ വിൽ ഗിവ് യു എ പ്ലേസ് ടു സ്റ്റേ, പക്ഷെ ഇത് നീ സ്വന്തമായിട്ട് ചെയ്യണം. ബാക്കിയെല്ലാം കമ്പനി രജിസ്ട്രേഷൻ, ക്ലയൻസിനെ എടുക്കണം, എംപ്ലോയീസിനെ എടുക്കണം. എനിക്ക് 25 വയസ്സേ ഉള്ളൂ. നമ്മുടെ നാടല്ല, ഭാഷ അറിയില്ല, എവിടെ എന്താണെന്നൊന്നും അറിയില്ല. ആകെപ്പാടെ ഉള്ളത് എന്തും നേരിടാനുള്ള ഒരു ധൈര്യം. ഞാൻ ഓക്കെ പറഞ്ഞു. എൻ്റെ മുമ്പിൽ പൈസ വീട്ടിലേക്ക് അയക്കാം, ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കും, വേറെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ എങ്ങനെയായാലും ഒന്നുമില്ല. അവിടുന്ന് ശരിക്കും ഒരു 3 months ഭയങ്കരമായിട്ട് ഹിമാലയൻ ടാസ്ക് എന്നോ, കഴിക്കാൻ ഭക്ഷണം മേടിക്കാൻ പൈസ ഇല്ല കയ്യിൽ. 3 മാസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബ്രെഡും പഴവും ആയിരുന്നു എൻ്റെ മെയിൻ ഫുഡ്. സീരിയസ്ലി എനിക്ക് പറയാൻ നാണക്കേടൊന്നുമില്ല. വീട്ടിൽ EMIs ഉണ്ട്, ഇതടച്ചല്ലേ കാര്യം. വീട്ടിലൊക്കെ അയച്ച് EMIs അടച്ചില്ലെങ്കിൽ പെട്ടില്ലേ? കല്യാണം കഴിച്ചതല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ വീട് സെറ്റപ്പ് ആക്കി കാര്യങ്ങളെല്ലാം നടത്തി കല്യാണം കഴിച്ചല്ലേ, ഇത് ചെയ്യണ്ടേ, ഇതെല്ലാം നമ്മൾ സാധിക്കണ്ടേ. അവിടുന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. നമുക്ക് നമ്മുടെ കാര്യമുള്ളൂ, കിട്ടുന്ന പൈസ അങ്ങോട്ട് അയക്കുക, അതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരുപാട് സ്ട്രഗിൾ. കാരണം ഭാഷ അറിയില്ല, ഒരു ബിസിനസ് എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല. ഒന്നുമില്ല, നമ്മുടെ കേരളത്തിലാണെങ്കിൽ മലയാളത്തിലെങ്കിലും സംസാരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇതവിടെ എന്താന്ന് പോലും അറിയില്ല. അങ്ങനെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ ഒരു 3 മാസം കൊണ്ട്, അവിടെയും ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, കയ്യൊപ്പുണ്ടായതുകൊണ്ട് സംഭവം ക്ലിക്കായി. 3 മാസം കൊണ്ട് സെറ്റായി. ക്ലിക്കായി എന്ന് പറഞ്ഞാൽ 28 ഹോട്ടൽസ് നമ്മളുമായിട്ട് ജോയിൻ ചെയ്തു, റവന്യൂ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. കമ്പനി, നമ്മുടെ റോഹൻ ഹാപ്പി, കമ്പനി ഹാപ്പി, ഹോട്ടൽസ് ഹാപ്പി, വി ആർ ലിറ്ററലി മേക്കിംഗ് ഗുഡ് മണി. അപ്പോഴും എൻ്റെ പ്രശ്നം എന്താ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. മൂപ്പര് എനിക്ക് കമ്പനിയുടെ ഷെയർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ സ്റ്റീവ് ജോബ്സും ബിൽ ഗേറ്റ്സും ആണ്. നമ്മൾ നാളെ അതാണ് പരിപാടി. അപ്പം നമുക്ക് പൈസ അല്ല പ്രധാനം, നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോവുക, ബാക്കിയുള്ളത് കമ്പനി ബിൽഡ് ചെയ്യുക. അപ്പം ഞാനിങ്ങനെ സ്വപ്നം കാണുക, മറ്റേ സക്കർബർഗ് ഒക്കെ ചെയ്യുന്ന പോലെ നാളെ ഞാനും ആ ഒരു പൊസിഷനിലെത്തി. ഇതൊക്കെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഫുള്ള്. അങ്ങനെ നന്നായി കമ്പനികളൊക്കെ പോയി അടിപൊളിയായി. നമുക്ക് മലേഷ്യയിലും മാൽദീവ്സിലും ഒക്കെ പ്രോപ്പർട്ടീസായി. ഞാൻ മാസത്തിൽ വന്നു പോവും, എപ്പോൾ വേണമെങ്കിലും വന്നു പോവാം. നല്ല സെറ്റപ്പ് ജീവിതമായി, കാര്യങ്ങളെല്ലാം വേറെ ലെവൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2019 ഈസ്റ്റർ അറ്റാക്ക്, അതായത് ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകുന്നത്. അത് നമ്മുടെ കമ്പനിയുടെ തൊട്ടടുത്ത് ആണ് നടന്നത്. കൺട്രി സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറി. ഒരു ദിവസം ഞാൻ നോക്കുമ്പം റോഹനില്ല, റോഹന്റെ കമ്പനിയിലെ ആൾക്കാരില്ല, കംപ്ലീറ്റ് ക്ലോസ്ഡ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, എത്ര ലക്ഷം രൂപ പോയി? ഓൾമോസ്റ്റ് 35 lakhs. 35 ലക്ഷം രൂപ നമ്മൾ പണിയെടുത്തുണ്ടാക്കി, വേറൊന്നുമില്ല. എനിക്ക് കിട്ടേണ്ട എമൗണ്ട്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ കംപ്ലീറ്റ്ലി ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും ഒന്നും പറയാനും ഇല്ല. വസ്ത്രവും ഷൂവും ബാഗും അത് മാത്രമല്ല, അതൊന്നുമില്ല. ഈവൻ തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്സിന് പോലുള്ള കാശില്ല. നന്നായി പെട്ടു എന്ന് പറഞ്ഞാൽ. രോഹൻ എങ്ങോട്ട് പോയി വാനിഷായി ഇന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്നും കോണ്ടാക്ട് ഇല്ല. എനിക്ക് എവിടെയാന്ന് പോലും അറിയില്ല, ഒരു പിടിയില്ല. മൂപ്പര് സോഷ്യൽ മീഡിയയിലും ഇല്ല, എവിടെയില്ല. എന്താ സംഭവിച്ചതെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരാളുടെ പേര് ഞാൻ പറയാം. മൂപ്പര് പേര് ഞാൻ പറയുന്നില്ല, ഒരു മലയാളിയാണ്. മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. മൂപ്പരാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ഇതൊക്കെ ഇപ്പോഴായിരിക്കും എൻ്റെ വീട്ടുകാരും എന്നെ അറിയാവുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത്. ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ വൈഫിനോട് മാത്രം പറഞ്ഞു, ഇതാണ് അവസ്ഥ, എല്ലാം പോയി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ആർക്കും, പൊതുവേ പറഞ്ഞാൽ ആർക്കും അറിയില്ല ഞാൻ എന്താ ചെയ്യണമെന്ന് പോലും. ഈവൻ എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർക്ക് പോലും അറിയില്ല എന്താ ഞാൻ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വലിയ സംഭവങ്ങളൊക്കെ ചെയ്തോ എന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടതും വലിയ സംഭവമല്ല ആർക്കും. വൈഫും ഈ പറഞ്ഞ പോലെ വൈഫ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അന്നും. എന്തെങ്കിലുമൊക്കെ ശരിയാവും എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും എന്തെങ്കിലുമൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഞാൻ നേരെ വീണ്ടും പഴയ ബാംഗ്ലൂർ പോയതുപോലെ അന്ന് ബസ് ബുക്ക് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂർക്ക് വണ്ടി കയറി. നമ്മളിപ്പോൾ സീറോയിൽ നിന്ന് നല്ലൊരു പൊസിഷനിലെത്തി, വീണ്ടും സീറോയിലേക്ക് എത്തി. അവിടുന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പോകാനായിട്ട് ഞാൻ കരുനാഗപ്പള്ളിയിൽ നിന്ന് വീണ്ടും വണ്ടി കയറി എറണാകുളം എത്തിയപ്പോൾ.
അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ലാസ്റ്റ് സീറ്റാണ്. അപ്പോൾ അറിയാലോ ഭയങ്കര ചാട്ടവും ബഹളമൊക്കെയാണ്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരാൾ കയറി എൻ്റെ തൊട്ടപ്പുറത്ത് വന്നിരുന്നപ്പോൾ ആദ്യം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ആരോടും സംസാരിക്കില്ല. അപ്പോൾ സംസാരിച്ച് തുടങ്ങുന്നത് ബ്രേക്ക് പിടിക്കുമ്പം ചാടുന്നുണ്ട്. ചാട്ട വേറെ ബസ്സില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത് ബുക്ക് ചെയ്തതെന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ച്. അപ്പോൾ ആ രാത്രി വീണ്ടും എല്ലാവരും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരും. മൂപ്പരുമായിട്ട് ഞാൻ ഒരുപാട് ഞാൻ ചെയ്യുന്ന വർക്കിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് അന്ന് എന്നോടൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. മൂപ്പരെല്ലാം കേട്ട് ഇരുന്നു. അങ്ങനെ മൂപ്പര് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ ഇറങ്ങി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു. അപ്പം എൻ്റെ പ്ലാൻ, ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ കമ്പനി ദാറ്റ് വിൽ ഡൂയിങ് റവന്യൂ മാനേജ്മെന്റ്. ഇതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. അതെങ്ങനെ തുടങ്ങാം, അതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. നമ്മൾ റവന്യൂ മാനേജ്മെന്റിൽ രാജാവ് എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നാണ് മനസ്സിലായത് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ നമുക്ക് അറിയാവുന്ന പണി അതാണ്, പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പണി അതാണ്. അപ്പം ഞാൻ വീണ്ടും നാട്ടിൽ വന്നപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വേണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റിനൊന്നും പൈസയൊന്നും നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. ഇയാൾ മൂപ്പരുടെ പേര് ശ്രീരാഗ് എന്നാണ്, മൂപ്പര് അഡ്വക്കേറ്റാണ്. മൂപ്പര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഭിജിത്ത്, ഞാൻ അന്ന് ബസ്സിലുണ്ടായിരുന്ന ആളാണ്. നമുക്കൊരു 3-4 ഹോട്ടൽസ് ഉണ്ട് ഇവിടെ, കാലിക്കറ്റ് പാലക്കാടൊക്കെ ബേസ് ചെയ്തിട്ട്. കല്യാൺ ഹോട്ടൽസ് എന്നാണ് പേര്, സീക്വൻ ഹോട്ടൽ, അങ്ങനെ കുറച്ച് ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. തനിക്ക് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ബിസിനസ് ഒന്ന് എൻഹാൻസ് ചെയ്യണം. വീണ്ടും ലോട്ടറി. ഞാൻ പറഞ്ഞു പിന്നെന്താ, എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ അടുത്ത ദിവസം തന്നെ വന്നു. വീണ്ടും ബസ് ബുക്ക് ചെയ്ത് കോഴിക്കോട്. അങ്ങനെയാണ് ആദ്യം കോഴിക്കോടേക്ക് പോകുന്നത്. കോഴിക്കോട് ചെന്ന് അന്ന് MD ഉണ്ട്, MDയുടെ മോനാണ് ശ്രീരാഗ്. അതുപോലെ തന്നെ ഒരാളും കൂടെ വരാനുണ്ട്, ആശിഷ് കുമാർ എന്നാണ് പേര്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പം സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞിട്ട് ബിസിനസ് ഏറ്റെടുക്കാനുള്ള ഒരു ലെവലിലേക്ക് എത്തി. അപ്പോൾ MDയുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറിയിട്ട് വേറുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പം അവിടെ ഹി നീഡ് സംബഡി ടു ഗൈഡ്, അസിസ്റ്റ് ചെയ്യാൻ ഒരാൾ വേണം, ബിസിനസ് നോക്കാൻ ഒരാൾ വേണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും ചെയ്യുമ്പോൾ ഒരാൾ. അപ്പം ഞങ്ങളെല്ലാം യങ് ടീമാണ്. അപ്പോൾ മൂപ്പർ ഈ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പർ ഒറ്റ അടിക്കാനൊരു ചോദ്യം, അനക്ക് ഇവിടെ GM ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ? ഇതെന്താ സംഭവം? വീണ്ടും ഇത് ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് ലൈഫ് മൊത്തം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ട്, ദൈവമേ വീണ്ടും പണി കിട്ടിയല്ലോ, ഞാനൊരു കാര്യം ചെയ്യാം, ഇതാക്കാം. ശമ്പളം ചോദിച്ച ശമ്പളം തന്നെ തന്നു. അവിടെ വെച്ച് തന്നെ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. നെക്സ്റ്റ് വീക്ക് ഞാൻ ജോയിൻ ചെയ്തു. അത് എനിക്കൊരു വല്ലാത്തൊരു മൈൽ സ്റ്റോൺ ആണ്. റവന്യൂ മാനേജ്മെന്റ് ഹോട്ടലിലെ GM ആയിട്ട് ജോലി കയറി. ഏത് വർഷം? ഇത് 2019 കോവിഡിന് മുന്നേ, ബിഗിനിങ് ഓഫ് 2019. അപ്പം ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആശിഷ് കുമാറും വന്നു. ദി 3 വർക്ക് ടുഗദർ. എൻ്റെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ശരിക്കും അതുവരെ ഞാൻ ഹോട്ടലിൻ്റെ വെളിയിൽ നിന്നുള്ള ഡയലോഗ്സേ അടിച്ചിട്ടുള്ളൂ. ഹോട്ടലിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊരു എക്സ്പോഷർ എനിക്കില്ല. ഐ എം ടെക് ഗൈ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് സാധ്യതകൾ ഇതിനകത്ത് തന്നെയുണ്ട്. എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ എമൗണ്ട് പറയുന്നില്ല, അന്ന് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കയ്യിൽ കിട്ടുമ്പം ജനറേറ്റ് ചെയ്തതിൻ്റെ 5x മോർ റവന്യൂ വിത്തിൻ 6-7 മന്ത്സ് ജനറേറ്റ് ചെയ്തു. ആൻഡ് അവരും ഓണേഴ്സും ഭയങ്കര ഹാപ്പി. അവരിപ്പോഴും എൻ്റെ ഫാമിലിയെ പോലെ തന്നെയാണ്. സ്റ്റിൽ ഐ എം ഡൂയിങ് ദാറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെ അത് നന്നായി പോയിക്കൊണ്ടിരുന്നു. കോവിഡ് ഹിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഹോട്ടലിൽ മാത്രമായിട്ട് നിൽക്കണ്ട. ഐ വോണ്ട് ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ്. അതിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ് നമുക്ക്. കാരണം നമ്മൾ ആൾക്കാരോട് വെച്ചേക്കുന്ന ഡയലോഗ്സ് അങ്ങനെയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് റൗണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഇതുപോണക്കൊരു ഒരു ഹോട്ടൽ ടെക് കമ്പനി തന്നെ ഞാൻ വർക്ക് ചെയ്തൊരു ഡൊമൈൻ പോലത്തെ ഒരു കമ്പനി. അവരൊരു സ്റ്റാർട്ടപ്പ് ആണ്. അപ്പോൾ അവർ കേരള ടൂറിസം ബിഡ് ചെയ്തെടുത്തു. അപ്പോൾ അവർക്ക് അവിടെ റവന്യൂ മാനേജ്മെന്റ് വേണം. ദീസ് പീപ്പിൾ ഡസന്റ് ഹാവ് എ റവന്യൂ മാനേജ്മെന്റ് ടീം. നമ്മുടെ കയ്യിലിരിക്കുവാണല്ലോ. അപ്പോൾ ഞാൻ ഈ ചെയ്യണ സീക്വൻ ഹോട്ടലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഈ ബുക്കിംഗ് ജിനി ഈ കമ്പനിയുടെയാണ്. അപ്പോൾ അങ്ങനെ അവർ നമ്മളെ കണക്ട് ചെയ്തു. അപ്പം മൂപ്പര് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എന്നെ മീറ്റ് ചെയ്തിട്ട് എനിക്ക് ഭീകരമായ ഓഫേഴ്സ്. നീ റവന്യൂ ടീം സെറ്റ് ചെയ്യണം, നിനക്ക് ഇത്രയും ഇപ്പം കിട്ടുന്ന ശമ്പളത്തിൻ്റെ 2 ഇരട്ടി ശമ്പളം, അതുകൂടാതെ കമ്പനിയുടെ 2% സ്റ്റേക്ക്, ഇതെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര വീണ്ടും അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ, വലിയൊരു കമ്പനി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഒരു അപ്കമ്മിങ് ഒരു കമ്പനി നമ്മളെ വന്നിട്ട് അവരുടെ പാർട്ടായിട്ട് കോൾ ചെയ്യുന്നു. ഞാൻ ഇവിടുന്ന് പെട്ടിയും കിടക്കെ എടുത്ത് നേരെ ഭുവനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടു. ഒരു
ഒറീസയ്ക്ക്. അവിടെയും നന്നായി വർക്കൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. എല്ലായിടത്തും വർക്കൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെയും ഏകദേശം ഒരു വർഷത്തോളം വർക്ക് ചെയ്തു. പക്ഷെ പിന്നീട് അവിടുത്തെ വർക്ക് കൾച്ചർ അത്ര നന്നല്ലായിരുന്നു. ഫയറിങ് മെത്തേഡ്സ് ആയിരുന്നു. അപ്പോൾ എന്നും പുതിയ എംപ്ലോയീസിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ലൈക്ക് അവിടെയും എന്തൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എംപ്ലോയർ ആവാൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇപ്പോഴും ഒരു എംപ്ലോയി ആണെന്ന് എപ്പോഴും നമുക്ക് റിഗ്രറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വിട്ടു. വീണ്ടും ഞാൻ അവിടെ കമ്പനി ഭുവനേശ്വറിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ധൈര്യം. അവിടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പുറത്തുനിന്നൊക്കെ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലെബനിൽ നിന്ന് ഒരു ട്രാവൽ ടെക്നോളജി കമ്പനിയിൽ അവിടുത്തെ ഡയറക്ടർ ഓഫ് റവന്യൂ മാനേജ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 4 ലക്ഷം രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി വിത്ത് മന്ത്ലി സാലറി പ്ലസ് താമസവും ഫുഡും എല്ലാം ഫ്രീ ആണ്. പ്ലസ് $50,000 ആണ് മന്ത്ലി ടാർഗറ്റ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 15% എക്സ്ട്രാ ഇൻസെന്റീവ്. പക്ഷെ എന്തുകൊണ്ടോ സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളും ഒന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ വൈഫിന് ഒട്ടും ഇഷ്ടമല്ല ആ സ്ഥലം. ലെബനൻ എന്ന് പറഞ്ഞ സ്ഥലം പ്രശ്നമുള്ള ഏരിയ ആണ്. അപ്പോൾ പോയാൽ വീണ്ടും ഞാനത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ കമ്പനി എന്നെ അപ്രോച്ച് ചെയ്യുന്നത്. അത് അപ്രോച്ച് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, എൻ്റെ ഫസ്റ്റ് കമ്പനിയിലെ എൻ്റെ ഹെഡാണ് ഈ കമ്പനി ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ദേ അപ്രോച്ച് മീ. അവർ പറഞ്ഞു നമുക്ക് ഇന്ത്യയിൽ ഇത് കണക്ക് ലോഞ്ച് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിപ്പോൾ 1400 ക്ലയൻസ് ആണ് ഉള്ളത്, നമുക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവർ പറഞ്ഞ വാക്ക് പാലിച്ചു, പറഞ്ഞ ശമ്പളം, അതും ഇന്ന് ഞാൻ പറയാം എൻ്റെ ഈ പ്രായത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് സാലറി പ്ലസ് ആ ഒരു പൊസിഷൻ, പിന്നെ നമുക്കൊരു ഫ്രീഡം, നമുക്ക് നമ്മുടെ സാധനങ്ങൾ ബിൽഡ് ചെയ്യാനുള്ളൊരു ഫ്രീഡം അത് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആ കമ്പനിയിൽ നമ്മൾ 5000-ൽ പരം ക്ലയൻസ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഏഷ്യ പസഫിക്, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ മാർക്കറ്റ്സ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഏകദേശം 54 എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് സീറോയിൽ നിന്ന് തുടങ്ങി ഒരു 100-ലെത്തി, അഗെയിൻ 0 ആയി. ഇപ്പൊ വീണ്ടും നമ്മൾ ആ ഒരു ഹൈറ്റ്സ് ടച്ചിൽ നിൽക്കുകയാണ്. അതുമാത്രമല്ല വീണ്ടും കേരള ടൂറിസം എനിക്ക് കിട്ടി. ഞാൻ അവരുടെ റവന്യൂ മാനേജ്മെന്റും ടെക്നോളജി സപ്പോർട്ടും ഞാനാണ് ചെയ്യുന്നത് അവിടെ എല്ലാം ത്രൂ ഔട്ട് കേരള. അതുകൂടാതെ എന്താ പറയുക, കുറേ അധികം ഹോട്ടൽസ് ഇപ്പോൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽസ് കൺസൾട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാർ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. അതുകൂടാതെ ദുബായിലും ഒരു പ്രോപ്പർട്ടി ഇപ്പം ഏകദേശം നമ്മൾ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പം ലൈഫ് ഈസ് ഗുഡ് ആക്ച്വലി. കരിയർ വൈസ് ഐ ആം റിയലി ഹാപ്പി. ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഫ്രം ദ ബിഗിനിങ് മുതൽ ഞാൻ പറഞ്ഞത് റവന്യൂ മാനേജ്മെന്റ്, ഹോട്ടലിലെ റവന്യൂ മാനേജ്മെന്റ്, ഇതാണ് അഭിജിത്തിന്റെ കോർ ഏരിയ. എന്താണ് ഈ റവന്യൂ മാനേജ്മെന്റ്? സിമ്പിൾ ആയിട്ട് പറയട്ടെ, തൻ്റെ കയ്യിലുള്ള, ഇപ്പോൾ താൻ ഹോട്ടലിൽ തന്നെ വേണമെന്നില്ല, തൻ്റെ കയ്യിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് സെല് ചെയ്യാനായിട്ട്. അതിന്റെ പ്രൈസ് 1000 രൂപയാണ്. ഇപ്പോൾ തൻ്റെ കയ്യിൽ 10 പ്രോഡക്റ്റ് ഉണ്ടെന്ന് വെച്ചോ, മാക്സിമം തനിക്ക് എത്ര രൂപ കിട്ടും? 10,000 rupees കിട്ടും. 10,000. ഞാനത് 1,00,000 രൂപയ്ക്ക് വിറ്റ് തരാം. How? That's revenue management. ഓക്കെ, വിച്ച് മീൻസ് ഞാനിപ്പോ ഒരു ഹോട്ടലിന്റെ ഓണർ ആണെങ്കിൽ എനിക്ക് എന്റെ സെയിൽസ് കൂട്ടി തരികയാണ്. സെയിൽസ് കൂട്ടുന്നത് മാത്രമല്ല, കംപ്ലീറ്റ്ലി നിങ്ങളുടെ പ്രോപ്പർട്ടി അപ്സെൽ ചെയ്യാന്ന് പറയും. അതായത് നിങ്ങൾ ഓരോ ഹോട്ടൽസിനും ഓരോരോ പൊട്ടൻഷ്യൽ ബിസിനസ് ഉണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ റവന്യൂസ് ഉണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ സെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ മനസ്സിലാക്കി ആ ഒരു റീച്ചിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റവന്യൂ മാനേജ്മെന്റ്. പ്യോർലി പറഞ്ഞാൽ 20% ഡേറ്റ, 80% മൈൻഡ് സെറ്റ്. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാറില്ലേ, ഈ ഓരോ തവണ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കുമ്പം റേറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? സീസൺ അല്ലാതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിമാൻഡ് അനുസരിച്ചിട്ട് പ്രൈസ് ചേഞ്ച്. റവന്യൂ മാനേജ്മെന്റ്. അതായത് പണ്ട് റവന്യൂ മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എയർലൈൻ ഇൻഡസ്ട്രിയിലായിരുന്നു, US-ൽ. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഈ ട്രാവൽ ഏജൻസ് ആണ്, അത് ഓഫ്ലൈൻ ട്രാവൽ ഏജൻസ് അല്ലേ. നമുക്കിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്തുള്ള ഒരു ട്രാവൽ ഏജൻറ്റ് അടുത്ത് പോകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സീറ്റ്സ് എല്ലാം ഇങ്ങനെ ഫില്ല് ആവത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എയർലൈൻ ഇൻഡസ്ട്രി ഇത് പ്രപ്പോസ് ചെയ്യണത്, ഓൺലൈനിലേക്ക് വരുന്നത്. ഇത് സീറ്റുകൾ വൈസ് റേറ്റ് വെക്കുന്നത്, ഓരോ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു 90s പിന്നെ ഇത് മാരിയോട്ടും ബാക്കിയുള്ള ബ്രാൻഡഡ് ഹോട്ടൽസും ഇത് അഡാപ്റ്റ് ചെയ്തിട്ട് അവരുടേതായ രീതിയിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്.
അങ്ങനെ ഇത് കൊണ്ടുവന്നു. നമ്മൾ ഒരു 2010 ഒക്കെ ആയപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇത് വരാൻ തുടങ്ങി. വലിയ വലിയ ബ്രാൻഡഡ് ഹോട്ടൽസും വലിയ വലിയ ഹോട്ടൽസും മാത്രം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെറിയ ചെറിയ ഇപ്പം ഞാൻ ഫസ്റ്റ് ചെയ്ത കമ്പനി പോലത്തെ കമ്പനീസ് ഇത് സ്റ്റാർട്ട് ചെയ്തു. അവർ ഇൻഡിവിജ്വൽ ഹോട്ടൽസിന് ഇത് കൊടുക്കാൻ തുടങ്ങി. അന്നൊക്കെ ഇത് വെറും ഒരു എന്താ പറയുക റിസർവേഷൻ ഹാൻഡ്ലിംഗ് പ്ലസ് ഓഫേഴ്സ് ഒക്കെ ഇടുന്ന ഒരു സംഭവം മാത്രമേ. പക്ഷെ ഇന്നത് വളർന്ന് അത് വേറെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ റവന്യൂ മാനേജ്മെന്റ് ചെയ്യുന്ന ബ്രാൻഡ് ഇപ്പം അഭിജിത്തിനെ പോലെ ആളുകളും ഈ booking.com പോലത്തെ വെബ്സൈറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? booking.com എന്ന് പറയുന്നത് അതൊരു തേർഡ് പാർട്ടി കമ്പനി ഹൂസ് പ്രൊവൈഡിങ് ബുക്കിംഗ്. അവിടെ നമുക്ക് കയറി ബുക്ക് ചെയ്യാം. പക്ഷെ അവിടെ പോകേണ്ട റേറ്റും അവിടെ പോകേണ്ട ഇൻവെന്ററിയും അവിടെ പോകേണ്ട സാധനങ്ങളും കൊടുക്കുന്നത് നമ്മളാണ്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. അതായത് ഇപ്പോൾ എനിക്കൊരു ഹോട്ടൽ ഉണ്ടെന്ന് വിചാരിക്കാം, ഞാനത് അഭിജിത്തിനെ ഏൽപ്പിച്ചു. അഭിജിത്ത് അത് എങ്ങനെ എനിക്ക് ആക്കിത്തരും? അത് ആദ്യം ഞാൻ ചെയ്യാൻ പോണേന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എല്ലാ പ്രോപ്പർട്ടിയും നമ്മൾ എടുക്കില്ല, നമ്മൾ ഓഡിറ്റ് ചെയ്യും. കാരണം നമ്മൾ പൈസ വാങ്ങിക്കുന്നതിന് ഒരു ഒരു നീതി പുലർത്തണമല്ലോ. കാരണം ഇത് അങ്ങനെയുള്ളൊരു കാര്യമാണ്. അപ്പം അന്ന എനിക്കൊരു പ്രോപ്പർട്ടി, അന്നയുടെ പ്രോപ്പർട്ടി എനിക്ക് തരുമ്പോൾ ഫസ്റ്റ് ഞാൻ ഓഡിറ്റ് ചെയ്യും. എന്താണ് ഇപ്പം അതിൻ്റെ അവസ്ഥ, ആ പ്രോപ്പർട്ടി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു അനാലിസിസ് ഫുള്ള് നടത്തും. ഒരു കേസ് സ്റ്റഡിയാണത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരും. ഈവൻ ഓൺലൈൻ വരും, ഓഫ്ലൈൻ വരും. ലാസ്റ്റ് ഒരു 4 year ഡേറ്റ നമ്മൾ നിങ്ങളുടെ വന്നേക്കുന്ന പാറ്റേൺസ് പഠിക്കും. എങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് അവിടെ വന്നിരിക്കുന്നത്, എങ്ങനത്തെ ബുക്കിങ്സ് ആണ്, ഏത് റേറ്റിനാണ് ബുക്ക് ചെയ്തേക്കുന്നത്, അവരെന്തൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്, ഇത് ഫുള്ള് നമ്മൾ പഠിക്കും. എന്നിട്ട് ആ ലൊക്കേഷൻ പഠിക്കും. അവിടെ എത്രമാത്രം ആൾക്കാർ ട്രാവൽ ചെയ്യുന്നുണ്ട്, തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടീസ് എത്രമാത്രം ബിസിനസ് ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നു, എന്ത് ചെയ്താൽ നമുക്ക് അവരെക്കാൾ മുന്നിലെത്താം. ഓക്കെ, ഈ ഡേറ്റാസ് മൊത്തം പഠിച്ചിട്ടാണ് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ കൊണ്ടുവരുന്നത്. ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇത് നമ്മൾ പ്രപ്പോസ് ചെയ്യും. അന്നയ്ക്ക് നമ്മൾ തരും, ദിസ് ഇസ് ദ പ്രപ്പോസ്ഡ് പ്ലാൻ. അതൊരു 90 days പ്ലാൻ ആയിരിക്കും. ഈ പ്ലാനാണ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യണത്. ഞാൻ പറഞ്ഞ നേരത്തെ 10 റൂം 10,000 രൂപ കിട്ടേണ്ട സ്ഥാനത്ത് എങ്ങനെ 1 ലക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അതെ. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഒരു എല്ലാവരും ഇവിടെയുള്ള എല്ലാ ഹോട്ടൽ ഓണേഴ്സും ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട് കേട്ടോ. പക്ഷേ അന്ന് ശ്രദ്ധിച്ചാൽ മതി, എല്ലാവരും ഒരു ബെഡാണ് വിൽക്കുന്നത്. അവർ വിചാരിക്കും രാത്രി വന്ന് കിടന്ന് ഉറങ്ങാൻ ഒരു ബെഡാണ് വിൽക്കുന്നത്. പക്ഷേ ചിന്തിച്ചു നോക്കൂ, എന്തുകൊണ്ട് ഇപ്പോൾ ഒരു നമ്മൾ കൊച്ചിയിൽ വന്നു, 500 രൂപയ്ക്കും റൂം കിട്ടും, 5000 രൂപയ്ക്ക് റൂം കിട്ടും, 50,000 രൂപയ്ക്ക് റൂം കിട്ടും. ഒരു ദിവസം കിടന്നുറങ്ങാൻ എന്തിനാണ് ഞാൻ 50,000 രൂപ ചിലവാക്കുന്നത്? എനിക്ക് 500 രൂപയ്ക്ക് പോയി കിടന്നാൽ പോരെ. ഇനി AC വേണമെങ്കിൽ 1000 രൂപയ്ക്ക് പോയി കിടന്നത് അല്ലേ? എന്തിനായിരിക്കും? അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പേസ്, അമ്യൂണിറ്റീസ്, ക്ലീൻലിനെസ്, എക്സ്പീരിയൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സ്പീരിയൻസിനാണ് ആൾക്കാർ പൈസ കൊടുക്കുന്നത്. മനസ്സിലായോ? നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യേണ്ടത് ആ എക്സ്പീരിയൻസ് ആണ്. അത് ഉപയോഗിച്ചാൽ ആൾക്കാർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് എന്താണ്, അതിനാണ് വാല്യൂ ഇടുന്നത്. ഇപ്പോൾ ഉള്ള എല്ലാ റവന്യൂ മാനേജേഴ്സും പറയണത് എന്താണെന്ന് അറിയാമോ? റേറ്റ് കുറയ്ക്കണം. ഞാൻ ഒരിക്കലും അത്രയും വേഴ്സ് കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ റേറ്റ്, അതും ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ റേറ്റ് കുറയ്ക്കാൻ സമ്മതിക്കില്ല. എന്താണെന്നറിയാമോ? റേറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റിയാണ് പോകുന്നത്, നമ്മുടെ സെഗ്മെൻറ്റാണ് ചേഞ്ച് ആവുന്നത്. മനസ്സിലായോ? നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു വാല്യൂ ഉണ്ട്, ആ വാല്യൂവിൽ നമ്മളത് സെല്ല് ചെയ്യണം. ഒരു ഹോട്ടൽ ഓണർ, ഞാൻ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഒരു ഹോട്ടലിൻ്റെ റേറ്റ് പാറ്റേൺ കണ്ടാൽ എനിക്ക് ആ ഓണറിൻ്റെ സ്വഭാവം പറയാൻ പറ്റും. അതെ. അപ്പൊ അതാണ് ഒരു ഹോട്ടലിന്റെ രീതി. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ പോർട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിരിക്കും നമ്മുടെ ബിസിനസ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണത്. നമ്മൾ ആ രീതിയിലേക്ക് ഒരു എക്സ്പീരിയൻസിനെ, ഇപ്പോൾ തന്നെ എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, എന്നാലും 1-2 വലിയ ചെയിൻ ബ്രാൻഡ്സ് ഉണ്ട് കൊച്ചി ബേസ് ചെയ്തിട്ട് തന്നെ ഉള്ളത്. കേരളത്തിൽ ഒരു 10-20 ഹോട്ടൽസൊക്കെ ഉണ്ട് അവർക്ക്. അവരുടെ ഓരോ പ്രോപ്പർട്ടിയും നിങ്ങൾ നോക്കി, എന്തുകൊണ്ട് അവർ മാത്രം പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ they are literally selling experience. സ്റ്റോറി വിൽക്കുന്നുണ്ടല്ലേ? ആ സ്റ്റോറി. അതും ഓരോ പ്രോപ്പർട്ടിക്കും ഓരോ USPs ഉണ്ടാവും. അത് വെച്ചിട്ട് യു ജസ്റ്റ് വോണ്ട് ടു ക്രിയേറ്റ് എ സ്റ്റോറി. ബാലൻസ് ബാക്കിയുള്ളവർ ഉണ്ടാക്കിക്കോളും ഓട്ടോമാറ്റിക്കലി. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു റിസോർട്ട് സെർച്ച് ചെയ്യാണ്, ബെസ്റ്റ് റിസോർട്ട്സിന് 3. അപ്പോൾ മേ ബി നമ്മൾ ചെയ്യുന്ന ഈ റവന്യൂ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഹോട്ടൽസ് ആണ് വരുന്നതെങ്കിൽ നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങും SEOയും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നമ്മളെല്ലാം ഇൻക്ലൂഡ് ആണ് ഇതിനകത്ത്. നമ്മുടെ സർവീസ് കംപ്ലീറ്റ് സൊല്യൂഷനാണ്. നമുക്ക് അവർക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സെർച്ചിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമല്ല.
ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്. ഗൂഗിൾ റിവ്യൂസ് ഉണ്ട്. ഒരു 60% എങ്ങനെ നമ്മൾ ഓൺലൈനിൽ അതിനെ പോർട്രേ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ടന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഗസ്റ്റ് ഒരിക്കലും നേരിട്ട് കണ്ടിട്ടല്ല ഇത് ബുക്ക് ചെയ്യണത്, അതെ അതെ, അപ്പോൾ ഇത് ഫോട്ടോസ് വായിച്ച് മാത്രം നോക്കിയിട്ടാണ് കണ്ടിട്ടാ. ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം കുറേ റവന്യൂ മാനേജേഴ്സ് ഇസ് ഡിപ്പെൻഡിങ് ഓൺ ഓൺലി ഓൺ ദിസ് OTS എന്ന് പറഞ്ഞാൽ ഈ Booking.com, മേക്ക് മൈ ട്രിപ്പ് ഇവരൊക്കെയാണ് ഫോക്കസ് ചെയ്യണത്. ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷേ എന്നെ പോലുള്ള ആൾക്കാർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇവരെ ആരെയല്ല, പിന്നെ അവർ ഓൺ ബ്രാൻഡ്. ഓക്കെ. ആ ഹോട്ടലിൻ്റെ അതേ ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു 10 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടാക്കിയ ഒരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 20% ആണ് അവരുടെ കമ്മീഷൻ വരുന്നത്. സോ ദിസ് ഇസ് മൈ ലോസ് അല്ലേ? ആസ് എ റവന്യൂ പ്രൊഫഷണൽ എനിക്കിത് ലോസാണ്. ആ 20%, അതായത് നമുക്ക് 10 കോടി ഉണ്ടാക്കിയത് 12 കോടി ആക്കിയിട്ട് കമ്മീഷൻ അതുതന്നെ കൊടുക്കണം. എൻ്റെ ഇത് 10 കോടി മാത്രം ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അവിടെ ഞാൻ ഈ റവന്യൂ ലീക്ക് എങ്ങനെ കുറയ്ക്കും? അതിനെന്ത് ചെയ്യണം? എനിക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് കമ്മീഷൻ പോകാതെ നമുക്ക് തന്നെ പേയ്മെന്റ് അക്കൗണ്ടിൽ കയറണം. അതെ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രാറ്റജീസ് വർക്കൗട്ട് ചെയ്യണം. സ്വന്തം ബ്രാൻഡിങ് ചെയ്യണം. ആ ബ്രാൻഡിൽ നോക്കിയാൽ മതി. ഈ ബിഗ് ബ്രാൻഡ്സ് പോലത്തെ ഹോട്ടൽസ് എല്ലാം നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അവരുടെ വെബ്സൈറ്റ് ആയിരിക്കും ഏറ്റവും ടോപ്പിൽ വരുന്നത്. അവർ എല്ലാ പോർട്ടലിനെക്കാട്ടിലും ലെസ് എമൗണ്ട് ആയിരിക്കും അവരുടെ പോർട്ടലിൽ കിട്ടുന്നത്. 2 കാര്യങ്ങളാണ്. 1 കമ്മീഷൻ സേവ് ചെയ്യും. 2 ഈ ഗസ്റ്റ് വന്ന് ഡയറക്റ്റ് അവരിൽ നിന്നാണ് പർച്ചേസ് ചെയ്യണത്. തേർഡ് പാർട്ടി വരുന്നില്ല. സോ ഗസ്റ്റുമായിട്ട് ഡയറക്റ്റ് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. സോ ഒരിക്കൽ വന്ന് ഡയറക്റ്റ് വന്ന് ഞാൻ നിങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ബെസ്റ്റ് ഒരു സർവീസും ബെസ്റ്റ് ഒരു റേറ്റും നിങ്ങൾ തന്നെങ്കിൽ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം ഐ വിൽ കം വിത്ത് ഡയറക്റ്റ്ലി. ഐ വിൽ നോട്ട് ഗോ വിത്ത് എനി തേർഡ് പാർട്ടീസ്. ഞാനിപ്പോൾ ഇത് കേൾക്കുന്ന തേർഡ് പാർട്ടീസ് മിക്കവാറും അല്ലല്ല, നമ്മുടെ ബിസിനസ് മോഡൽ പറഞ്ഞതാണ്. അതെ, ദിസ് ഇസ് ഹാപ്പനിങ്. അപ്പോൾ നമ്മൾ അത് ബ്രാൻഡിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ ബ്രാൻഡാണ് ഏറ്റവും വലുത്. നമ്മുടെ ബ്രാൻഡിൻ്റെ വാല്യൂ നമ്മൾ ഇടുക. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ സെഗ്മെൻറ്റ് അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. ഓക്കെ, ഫൈൻ. ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം ചോദിക്കട്ടെ. 24-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് ഇറങ്ങിയ ഒരാളാണ്. അവിടെ നിന്നാണ് ഈ ഒരു പൊസിഷനിലെത്തി നിൽക്കുന്നത്. ആ സമയത്ത് ഒരുപാട് പേര് ഈ നമ്മുടെ ബാംഗ്ലൂരൊക്കെ ചെന്നപ്പോൾ ഒരുപാട് മലയാളി ആൺകുട്ടികളെ കണ്ടിട്ടുണ്ടാവും ജോലി അന്വേഷിച്ച് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ പൊതുവേ പറയുന്നൊരു കാര്യമാണ്, നാട്ടിൽ ജോലിയില്ല, ജോലി സാധ്യതയില്ല. ഇപ്പോഴാണെങ്കിൽ കുട്ടികൾ ഭയങ്കരമായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അതും അവർ പറയുന്നത് നാട്ടിൽ ലിവിങ് സ്റ്റാൻഡേർഡ് ഇല്ല, ഇവിടെ ജോലിയില്ല എന്ന് പറയുന്നു. ശരിക്കും ഒരുപാട് പേരെ കണ്ട ഒരാളാണ്. ഒരുപാട് പേരെ ആ രീതിയിൽ, അതായത് ഇൻ്റർവ്യൂവിന് നടന്ന സമയത്ത് ഒരുപാട് പേരെ കണ്ട ഒരാളാണ്. ആ ഒരു കണ്ണോടെ നോക്കിക്കഴിയുമ്പോൾ കേരളത്തിൽ ജോലി സാധ്യത കുറവാണോ? കേരളത്തിൽ നിന്നല്ല, എല്ലായിടത്തും ജോലി സാധ്യതയുണ്ട്. അതൊരു മിത്ത് മാത്രമാണ്. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കൊരു സ്കില്ലുണ്ടെന്ന് വെച്ചോ, സിമ്പിളായിട്ടൊരു സ്കില്ലുണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ എന്താ പറയുക, താൻ പടം വരയ്ക്കുന്ന നന്നായിട്ട്, അതാണ് തൻ്റെ സ്കില്ല്. തനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. താൻ എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പോൾ ഒരുപാട് ടെക്നോളജി നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഒരാളോട് പറഞ്ഞതേ ഉള്ളൂ, ChatGPT, ഫ്രീ ChatGPT. ChatGPTയിൽ മലയാളത്തിൽ, ഇംഗ്ലീഷ് അറിയണമെന്നില്ല, മലയാളത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്. ഒരു പോസ്റ്റർ ഉണ്ടാക്കി തരാൻ പറയും. നിങ്ങൾ ചെയ്യണ ഇതാണ്. ഓരോ ദിവസവും ഓരോ പോസ്റ്റർ വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. ഒരു 500 ഫോളോവേഴ്സ് എങ്കിലും മിനിമം ഒരു വിധപ്പെട്ട ആൾക്കാർക്ക് ഇൻഡിവിജ്വലി ഉണ്ടാവും. 10 ദിവസം ആകുമ്പോൾ ഇതിന് വ്യൂസ് കൂടും. അവിടുന്ന് അവർക്ക് എൻക്വയറീസ് വന്ന് തുടങ്ങും. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ സ്കില്ലാണ് മെയിൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ നാട്ടിലുള്ളവർക്കും എൻ്റെ റിലേറ്റീവ്സിനും ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്, അറിയാമോ? വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എനിക്ക് ജോലി ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എനിക്കറിയാം, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് വൈഫിൻ്റെ റിലേറ്റീവ്സ് ഉണ്ട്, അമ്മ വീട്ടുകാർ. അപ്പോൾ അവിടെ ഓരോ ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ ലിറ്ററലി വന്നിട്ട് നമ്മുടെ മുന്നിൽ വന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ വെച്ചിട്ട്, ജോലിയൊന്നും ആയില്ലല്ലേ, സാരമില്ല, എന്തെങ്കിലുമൊക്കെ നോക്കി ശരിയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ പറയത്തക്ക അങ്ങനത്തെ ഒരു ജോലി ഉണ്ടെങ്കിലേ അവൻ സക്സസ്ഫുൾ ആവത്തുള്ളൂ. ആൻഡ് ഐ എം നോട്ട് ജനറലൈസിങ് എനി വൺ. പക്ഷേ അല്ലാത്തവരും ഉണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇന്ന് എൻ്റെ കൂടെ പഠിച്ച ഒരാളും ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാളും, ഞാൻ വേറൊന്നും കൊണ്ട് പറയില്ല, പ്രൈവറ്റാണ് ഞാനിപ്പോഴും, പക്ഷേ അവരെക്കാട്ടിലും ഒരു 3x സാലറി ഞാൻ ഇന്ന് ഡ്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ ഹാവ് എ പ്ലാൻ. ഇന്ന് എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും
എനിക്കൊരു പേടിയില്ല, നാളെ എനിക്ക് ഒന്നേന്ന് തുടങ്ങാം. നമ്മൾ 2-3 തവണ ഇങ്ങനെ ഒന്നേന്ന് തുടങ്ങിയല്ലേ. അതെ, എനിക്കതിനകത്ത് ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ സ്കില്ല് ചെയ്യുക, അത് കറക്റ്റായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കുക, അവിടുന്ന് അതിനെ മോണിറ്റൈസ് ചെയ്യുക. അതെ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മോനെ പടം വരയ്ക്കാൻ വേണ്ടി ചേർത്തപ്പോൾ എൻ്റെ പാടിന് രംഗം ഉണ്ടാവും പറയുണ്ടായിരുന്നു, ഒരു കൈത്തൊഴിൽ അറിഞ്ഞു വെച്ചാൽ നാളെ എങ്ങനെയും നമുക്ക് ജീവിക്കാം. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഇന്ന് നമുക്ക് ഈ നമ്മൾ റീൽസ് കാണാൻ വേണ്ടി മാത്രമാണ് ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് നമ്മുടെ ഒരു പണ്ട് ഒരു ആഡ് കൊടുക്കണമെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ പത്രത്തിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കൊടുക്കണം. ഇന്ന് നമുക്ക് ₹1 ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും, ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ആ കണ്ടന്റ് അത്രയും വാല്യൂ ഉള്ളതായിരിക്കണം. ഞാൻ പറയാം, നമുക്ക് ജോലിയില്ല അല്ലെങ്കിൽ എന്താ പറയുക, നമുക്കിവിടെ അവസരങ്ങളില്ല എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഐ ഡോണ്ട് സേ ദാറ്റ്. നമുക്ക് എന്തും ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ കഴിവ് എന്താണ് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഏറ്റവും വലിയ ലൈഫിലെ ഏറ്റവും വലിയ പോയിന്റ്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു തിരിച്ചറിവ് വരണം. കാരണം അഭിജിത്ത് തിരിച്ചറിഞ്ഞത് ആ ഒരു റവന്യൂ മാനേജ്മെന്റ് ആണ് അഭിജിത്തിന്റെ ആ ഒരു കഴിവെന്ന് തിരിച്ചറിഞ്ഞത് ചിലപ്പോൾ അഭിജിത്തിന് കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് നന്നായി യൂസ് ചെയ്യാൻ പറ്റിയതുകൊണ്ടായിരിക്കും. അതെ, തീർച്ചയായിട്ടും അതൊരു ഭാഗ്യമായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരുപാട് പേരെ ഇങ്ങനെ കാണുമ്പോൾ ഓരോരുത്തർ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരൊറ്റ, ചിലപ്പോൾ അവർക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം, ഞാൻ കട്ടൗട്ടായിട്ട് പറയും, അവസരങ്ങൾ മുന്നിലുണ്ട്. എല്ലാവരും എന്തുകൊണ്ട് ഈ ജോലി, എനിക്കൊരു ജോലി എന്ന് പറയും, എന്തുകൊണ്ട് 10 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു ഇതിലേക്ക്. എൻ്റെ മെയിൻ എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹം എന്താണെന്ന് പറയട്ടെ, ഐ ഡോണ്ട് വോണ്ട് ടു ബി ബില്യണയർ, അങ്ങനെയൊന്നും എനിക്കൊന്നും ആവണ്ട. പക്ഷേ എൻ്റെ നാട്ടിൽ കൊല്ലത്ത് എൻ്റെ നാട്ടിൽ ഒരു 10-100 പേർക്ക് അവർ ദുബായിൽ പോയാൽ എന്ത് സാലറി കിട്ടും, അല്ലെങ്കിൽ ഒരു പുറത്തൊരു രാജ്യത്ത് പോയാൽ എന്ത് സാലറി കിട്ടും, അതേ ലെവലിൽ കിട്ടുന്ന ഒരു കമ്പനി എനിക്ക് തുടങ്ങണം. ആൻഡ് ഐ എം ഓൾറെഡി ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, അടിപൊളി, അത് സൂപ്പറായിട്ട് നടക്കട്ടെ. ഞാൻ സ്പാർക്കിൽ വരുന്ന എല്ലാവരോടും ചോദിക്കുന്ന അവസാനത്തെ ഒരു ചോദ്യമുണ്ട്. ഇപ്പം തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് തിരിച്ചു വന്നത്. ഒത്തിരി കാര്യങ്ങളോട് കടന്നുപോയി. നമ്മുടെ അടിച്ചുപൊളിച്ച് നടക്കേണ്ട പ്രായത്തിൽ പശുവിനെ കറന്ന് പാലും കൊണ്ട് എല്ലാ സൊസൈറ്റിയിൽ പോകുന്ന ഒരു കുട്ടിക്കാലം. അവിടുന്ന് പിന്നെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടുകാരെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്നൊരു കല്യാണം കഴിക്കുക, ആ കുട്ടിയെ ഹാപ്പിയായിട്ട് നിർത്തുക, അങ്ങനെ ഒരുപാട് കാലഘട്ടത്തിലൂടെ ലക്ഷറിയുടെ അങ്ങേയറ്റം വരെ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ വീണ്ടും തിരിച്ച് താഴേക്ക് വരികയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിലെ ഏറ്റവും ഇതായിരുന്നു എൻ്റെ ഒരു മൊമെന്റ് എന്ന് തോന്നിയേക്കുന്ന നിമിഷം ഏതായിരുന്നു? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. ശരിക്കും എനിക്ക് തന്നെയാണോ ഇത് സംഭവിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോൾ എടുത്തു പറയാനാണെങ്കിൽ കേരള ടൂറിസം KTDC, അത് ശരിക്കും പറഞ്ഞാൽ ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ 3 വർഷമാണ് അതിനുവേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തത്. കാരണം ഓരോ തവണയും ഞാൻ അവരെ ഫോളോ അപ്പ് ചെയ്യുന്നതായാലും അവരുടെ നീഡ്സ് മനസ്സിലാക്കി എൻ്റെ പ്രൊഡക്റ്റ് അതുപോലെ ബിൽഡ് ചെയ്യാനും, അവരുടെ എന്താണോ നീഡ്സ്, അതായത് കേരള ടൂറിസം മറ്റുള്ള ഗവൺമെൻറ് ടൂറിസംസ് പോലെയല്ല, അതിൽ കൈക്കൂലിയൊക്കെ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെയൊന്നുമില്ല. അവർ പെർഫെക്റ്റ് അവരുടെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമേ അവരെടുക്കുകയുള്ളൂ. സോ അത് ബിൽഡ് ചെയ്യാൻ എനിക്ക് 3 വർഷം എടുത്തു. 3 വർഷം ഞാൻ ഒരുപാട് ഞാൻ എൻ്റെ കമ്പനിയിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്, ചുമ്മാ അതൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല, അങ്ങനെ ഒരുപാട് റിജക്ഷൻസ് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കിട്ടിയ അന്ന്, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അതായത് ഇവൻ തള്ളാണ്, ഇവനെ വിശ്വസിച്ചിട്ട് വലിയ അത് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറഞ്ഞു. എന്നിട്ട് അത് മൂപ്പറുടെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് മൂപ്പര് വേറൊരു ഇതിൽ പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു മൊമെന്റ്. ബിക്കോസ് പ്രൗഡ് മൊമെന്റും സാഡ് മൊമെന്റും ഒരേ ഇൻസിഡന്റ് ആണ്. അതെ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. കാരണം ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ടൂറിസത്തിൽ വർക്ക് ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പുതിയ സ്ട്രാറ്റജീസ്, അവർ ലോകത്തിന്റെ മുമ്പിൽ ഒരു മാതൃകയാക്കി വെക്കുന്നതാണ് KTDC. അതെ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ സ്ട്രാറ്റജീസ് അവിടെ അവർ ഭയങ്കര ഫോർവേഡഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. MD ആയാലും ശരി, പിന്നെ നമ്മുടെ MM രാജ്മോഹൻ സാർ ആയാലും ശരി, വെരി അക്സെപ്റ്റീവ് പീപ്പിൾ. നമ്മൾ എന്ത് ഐഡിയ പറഞ്ഞാലും അവർ നോ പറയില്ല, അവരത് നോക്കും, അതിൻ്റെ ഫീസിബിലിറ്റി നോക്കും. പക്ഷെ എല്ലാം നിയമമായിട്ടേ പോവുള്ളൂ. പക്ഷെ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു ലൈഫിൽ, ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. ഇനി എന്താണ് അഭിജിത്തിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻസ്? ഒരു പ്ലാൻ എന്നോട് പറഞ്ഞു, 100 പേർക്ക് സ്വന്തം നാട്ടിൽ ജോലി കൊടുക്കുക. അതിൽ കൂടുതലാണ്. അത് വലിയൊരു പ്ലാനാണ്. അതിനപ്പുറത്തേക്ക് ഒരു നമ്മുടെ ഈ ഒരു
നമ്മൾ നിൽക്കുന്ന ആ ഒരു മേഖലയിലുള്ള ഫ്യൂച്ചർ എന്താണ്? എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു 20 to 40% മാത്രമുള്ള ഓട്ടോമേഷൻ നമ്മുടെ സിസ്റ്റത്തിൽ. സോ എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഒരു 90% അല്ലെങ്കിൽ ഒരു 100% ഇപ്പോൾ ഇത്രയും AI ഒക്കെ ഡെവലപ്പായി നിൽക്കുന്ന സമയമാണ്. ഓൾറെഡി നമ്മളത് കുറേയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഡിസിഷൻ മേക്കിങ്ങിലും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഓരോ മെട്രിക്സ് ചെയ്യുന്ന പ്രോസസ്സിലും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് AI കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. അതായത് എത്ര പേര് വന്നു, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിസ്റ്റത്തിന് തന്നെ പണിയം കൊടുക്കുകയാണ്. സിസ്റ്റം തന്നെ നോക്കുകയാണ് ലാസ്റ്റ് ഒരു 4 വർഷം എത്ര ആൾക്കാർ ഈ ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്, തൊട്ടടുത്തുള്ള ഹോട്ടൽസിൽ എത്രമാത്രം ആൾക്കാർ, എങ്ങനത്തെ ആൾക്കാരാണ് വന്നിട്ടുള്ളത്, അതായത് സെഗ്മെന്റ് ആണോ, ഫാമിലി ആണോ, കപ്പിൾസ് ആണോ, അതെ അവർ വന്നിട്ടുണ്ട്, അവർ ഏതൊക്കെ ടൈപ്പ് റൂമാണ് സെലക്ട് ചെയ്തത്, എന്തൊക്കെയാണ് അവർ അഡീഷണൽ ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഏത് റേറ്റിന് എന്ത് ഓഫേഴ്സ്, എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്യണം, അങ്ങനത്തെ ഒരു AI സിസ്റ്റമാണ് എൻ്റെ സ്വപ്നം. ഓക്കെ, അടിപൊളി. അതൊരു എന്താ പറയുന്നത്, നല്ലൊരു ഡ്രീമാണ്. കാരണം എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓൺട്രപ്രണർഷിപ്പിൽ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം അതിന് സാധിക്കട്ടെ. അതിന് സാധിക്കുന്നതിനൊപ്പം തന്നെ ഞാനും ആഗ്രഹിക്കുന്നു ഇനി ഒരു 5 വർഷങ്ങൾക്കപ്പുറം കൊല്ലത്തൂടെ പോകുമ്പോൾ അഭിജിത്തിന്റെ ഓഫീസിൽ 100-ലധികം ആളുകൾ ഇരുന്ന് ജോലി ചെയ്യുന്നത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഒരു മുന്നോട്ടുള്ള യാത്രയിൽ ഞങ്ങളും ഉണ്ടാകും കൂടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ ഒരു നല്ലൊരു എന്താ പറയുക, ഒരു സ്റ്റോറിയേക്കാൾ ഉപരി ആ ഒരു സ്റ്റോറി നമുക്ക് തരുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും ഡെസ്പ് ആവരുത് എന്ന് പറയുന്ന ഒരു മോട്ടിവേഷൻ, അത് പെട്ടെന്ന് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക്, ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഇപ്പം നമ്മളൊക്കെ ഒരേ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വിഭാഗത്തെ കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതിൽ അതിയായ സന്തോഷം. ഒരിക്കൽ കൂടി നമുക്ക് ഈ ഹോട്ട് സീറ്റിൽ വരണം. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. ഞാൻ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചും അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കഥ അവസാനിക്കുമ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ വളർന്നു വന്ന സാഹചര്യമല്ല നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത്, നമ്മുടെ തീരുമാനങ്ങളാണ്. സോ നമ്മുടെ തീരുമാനങ്ങൾ എടുത്ത് നമ്മളെ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അഭിജിത്ത്. സോ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കഥ ഒരുപാട് പേരെ റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒരുപാട് പേർക്ക് മോട്ടിവേഷനാണ്. ഇനി ഞാൻ എന്ത് ചെയ്യണം, എല്ലാം തീർന്നു പോയല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്നവർക്ക് അഭിജിത്തിൻ്റെ കഥ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. സോ ഇതിന് നല്ലൊരു കഥയുമായിട്ട് ഞാൻ ഇനിയും വരാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.